ഇതൊക്കെ മറന്നിട്ട് എൻ്റെ കഴിവ് കൊണ്ടാണിതെല്ലാം എന്ന് പറയുന്ന ആൾക്കാർ, തന്നെ താനാക്കുന്നവരെ മറക്കുന്നവർ, പെറ്റ അമ്മയെ മറക്കുക. താൻ ജനിച്ചത് അമ്മ തന്നെ പ്രസവിച്ചതുകൊണ്ടാണ്, അതുപോലും മറന്നു പോവാം. അത്തരം ആൾക്കാരെ ഭൂമിക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് ഭൂമിക്ക് ഭാരം. അങ്ങനെയുള്ള ആൾക്കാരെ, തന്നെ താനാക്കിയവരെ മറന്നിട്ട് തന്നിഷ്ടം പോലെ മറ്റുള്ളവരെ കീഴടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അന്ന് ഭൂമിയിൽ വല്ലാതെ നിറഞ്ഞു. രാവണനാണ് നേതാവ്, അതുപോലെ മറ്റനവധി പേര്. അപ്പോൾ ആ ഭാരം സഹിക്കാൻ വയ്യാതായി ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവിനോടാണ് ചോദിക്കാം, എന്തിനാ ഈ ജാതി ആൾക്കാരെയൊക്കെ സൃഷ്ടിച്ചു വിടുന്നത്? അല്ലേ, സൃഷ്ടിക്കുന്നത് ആരാ? ബ്രഹ്മാവ്. എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരെ സൃഷ്ടിച്ചു വിടുന്നത്? ബ്രഹ്മാവിനോട് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ ബ്രഹ്മാവിന് ഉത്തരവുണ്ടോ? സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞാലും പലപ്പോഴും ഇതെന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിന് ഉത്തരവൊന്നുമില്ല. ഇപ്പം നമ്മളോട് ചോദിച്ചു നോക്കൂ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവാറും അമ്മമാരല്ലേ, അടുക്കളയിൽ കയറിയിട്ട് കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞേ, ചില ദിവസം നന്നാവും, ചില ദിവസം അത്ര നന്നാവില്ല. ഇതെന്തിനാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അന്ന് അങ്ങനെയായി പോയി എന്നല്ലാതെ ഇത്ര നന്നായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാലും ഉത്തരമില്ല. ഇങ്ങനെ എത്ര വഷളായിട്ട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. ഇന്ന് അങ്ങനെ ആയിപ്പോയി. അല്ല, അത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടാണോ? നന്നാവണതും നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, ചീത്തയായി പോണതും നമ്മൾ വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല. നമ്മൾ നമ്മുടെ പണി ചെയ്യണോ, അതങ്ങനെയൊക്കെ സംഭവിക്കണം. നമ്മുടെ കാര്യം തന്നെ എങ്ങനെയാ വെച്ചാൽ പിന്നെ ബ്രഹ്മാവിൻ്റെ കാര്യം പറയാനുണ്ടോ? ബ്രഹ്മാവിന് അത്രയ്ക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നൊരു ശക്തിയുണ്ട്. ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടി ചെയ്യിക്കുന്ന ഒരാളുണ്ട്. ആ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നല്ലാതെ ബ്രഹ്മാവിന് മറ്റൊന്നും ചെയ്യാനില്ല. ഭൂമിദേവിയെയും ദേവന്മാരെയും ഋഷിമാരെയും ഒക്കെ കൂട്ടി ബ്രഹ്മദേവൻ പാലാഴി തീരത്ത് പോയി ശരണം പ്രാപിച്ചു. പുരുഷസൂക്താദി മന്ത്രങ്ങളെ കൊണ്ട് ഉപാസനയെ ചെയ്തു. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ ഇരുന്നിടിനാൻ വഴി പോലെ. ഈ മലയാള ഭാഷ ഇന്നിപ്പോൾ നമുക്ക് പൊതുവെ പരിചയമില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇംഗ്ലീഷ് വശമുണ്ട്, ഹിന്ദി വശമുണ്ട്, മറ്റു പല ഭാഷകളുടെയും പ്രയോഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും മലയാള ഭാഷയുടെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും പണ്ട് മലയാളത്തിലുള്ള വാക്കുകളേ അല്ല ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൻ്റെ വാക്കുകൾ അറിയണമെങ്കിൽ രാമായണം വായിക്കണം എന്ന് പറയും. രാമായണം വായിക്കണം, അതുപോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും വായിക്കണം. ഇത് രണ്ടും വായിച്ചിട്ടുള്ളവർക്ക്, വായിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മലയാള ഭാഷയിൽ തെറ്റുപറ്റാണ്ട് നോക്കാം. ഇവിടെ പറയണു, പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ച് ഇരുന്നിടിനാൻ വഴി പോലെ. വഴി പോലെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ ഇന്നത്തെ ഭാഷയെന്ന് തോന്നുക, കുട്ടികൾക്ക് എന്താ മനസ്സിലാവുക? രാമായണത്തിന് വ്യാഖ്യാനം എഴുതേണ്ട കാലം വന്നു. ഇനിയുള്ള കുട്ടികൾക്ക് വഴി പോലെ എന്ന് പറഞ്ഞാൽ എന്താ വരിക? വഴി പോലെ. ഇരുന്നിടിനാൻ വഴി പോലെ. ആലോചിച്ച് നോക്കൂ. ഇരുന്നിടിനാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയാൾ ഇരുന്നു എന്നാണ്. അയാൾ ഇരുന്നു, ഇരുന്നിടിനാൻ വഴി പോലെ. വഴി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ട് കൂടി നടക്കാനുള്ളതാണ് അല്ലേ? ഇപ്പോൾ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ചവിട്ടി നടക്കാനുള്ളൊരു സാധനമായിട്ടാണോ ബ്രഹ്മാവ് വരുന്നത്? ഇനിയുള്ള കുട്ടികൾക്ക് രാമായണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അവർക്ക് ഈ മലയാള ഭാഷ അറിയാത്തതുകൊണ്ടേ ഇതിനൊക്കെ വ്യാഖ്യാനം എഴുതേണ്ട കാലം വന്നിരിക്കണം. വേണ്ടവണ്ണം, വേണ്ടതുപോലെ, അല്ലെങ്കിൽ വഴി പോലെ എന്നുള്ളതിന് യഥാവിധി എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. വേണ്ടതുപോലെ സ്തുതിച്ച്, വഴി പോലെ സ്തുതിച്ച് ഇരുന്നിടിനാൻ. അപ്പോൾ സ്തുതിക്കാനും അതിൻ്റേതായൊരു വിധിയുണ്ട്. അല്ലാണ്ട് എങ്ങനെയെങ്കിലും മന്ത്രം ജപിക്കല്ല. പുരുഷസൂക്തം എങ്ങനെയെങ്കിലും പാടല്ല. അതിൻ്റെ വിധിയാവണ്ണം പാടി സ്തുതിച്ച് അവിടെ ഇരുന്നു. ഇരുന്നിടിനാൻ. ഞാൻ മലയാളം ക്ലാസ് എടുക്കാൻ ഇരിക്കരുത്.
പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമുക്കിത് പറയണമല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി, ഇപ്പോൾ കടമ്പുഴ അമ്പലത്തിലാണ്, എത്ര ആൾ ഇവിടെ തൊഴാൻ വരുന്നു അല്ലേ? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാനാണ് വരുന്നത് മിക്കവാറും അല്ലേ? ശുഭമായത് പലതും തരണേ, അശുഭമായത് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാനാണ് വരുന്നത്. വന്നാൽ ചില ആൾക്കാർ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും, ചില ആൾക്കാർ മുട്ടിറക്കിയിട്ട് പ്രാർത്ഥിക്കും. എന്നാൽ പ്രാർത്ഥിക്കാനല്ലാതെ വരുന്ന ആൾക്കാരുമുണ്ട്. ഭഗവതിയെ കാണാൻ വരുന്നവരുണ്ട്. ഭഗവതിയെ ഒന്ന് കാണുക, അത്ര മാത്രമേ വേണ്ടൂ. ഭഗവതിയെ ഒന്ന് സ്തുതിക്കുക, അത്ര മാത്രമേ വേണ്ടൂ. ഒന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് എന്നേ നമുക്കറിയുള്ളൂ. നാളത്തെ കഥ നമുക്ക് നിശ്ചയമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എന്താ? എനിക്ക് നാളേക്ക് അങ്ങനെയായി വരണേ, ഇങ്ങനെയായി വരണേ, അത് കിട്ടണേ, ഇത് കിട്ടണേ എന്നല്ലേ. നാളെ അതാണോ സത്യത്തിൽ വരാനിരിക്കുന്നത് നമുക്കറിയോ? എനിക്കൊരു കാറ് മേടിക്കണം, കാറ് മേടിക്കണം, കാറ് മേടിക്കണം, എനിക്കൊരു കാറ് തരണേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചു. നാളെ നമ്മുടെ കാലോടിയാനാ വെച്ചിരിക്കണ വെച്ചാൽ എന്താ ചെയ്യുക? തലയിലെഴുത്ത് അങ്ങനെയാണെന്നിരിക്കട്ടെ, ഈ നാളെ മുതൽക്ക് ഇവന് നടക്കാൻ പറ്റില്ല. അങ്ങനൊരാൾക്ക് കാർ കിട്ടിയിട്ട് എന്താ കാര്യം? നാളെ നമുക്ക് വരാനിരിക്കണത് അറിയാത്തത്തോളം കാലം നാളെ എനിക്ക് ഇന്നത് വേണമെന്ന് ഇന്ന് പറയണതിന് അർത്ഥമില്ല. എന്താണോ എനിക്ക് വേണ്ടത് അത് തന്നെ അനുഗ്രഹിക്കണം, അത്രയേ പറയാൻ പറ്റുള്ളൂ. ഓരോരോ സമയത്തും എന്തെന്താണോ എനിക്ക് ആവശ്യം വരിക അതിനെ തന്ന് കൂടെ ഉണ്ടാവണമെന്നേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന വസ്തു ഇന്ന പോലെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയില്ലായ്മയാണ്. എന്തായാലും ഇവിടെ ഭൂമിയിൽ നാളെ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് ഈശ്വരനെ അറിയുള്ളൂ, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. എന്നിട്ട് ഇരുന്നിടിനാൻ ക്ഷമയോടെ കാത്തിരുന്നു. ഭഗവാൻ അതിനെ കേട്ടോ കേട്ടില്ലയോ, സ്വീകരിച്ചോ ഇല്ലയോ അറിയില്ല. അവിടുത്തെ അരുളപ്പാട് എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ അതിനെക്കുറിച്ചും അറിയില്ല. നമ്മൾ സ്തുതിച്ചു, നമ്മൾ ശാന്തരായിട്ടിരുന്നു. നമ്മൾ വന്ന് കണ്ടു, നാമം ജപിച്ചു, നമസ്കരിച്ചു, നമ്മൾ ശാന്തരായിട്ടിരുന്നു. നമ്മൾ പറയേണ്ടത് പറഞ്ഞു, ഇനി ഭഗവതി ചെയ്തോളും. ആ ഇരിക്കലുണ്ടല്ലോ, ഇരുന്നീടിനാൻ എന്നവിടെ പറയുന്ന വാക്കുണ്ടല്ലോ, ഇരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ കാര്യം ഭഗവതിയെ ഏൽപ്പിച്ചാൽ പിന്നെ നമ്മൾ ഓടി നടക്കണ്ട, നമ്മളൊരു ദിക്കിലിരുന്നാൽ മതി. എത്ര പേർക്ക് പറ്റാറുണ്ടെന്ന് ആലോചിച്ച് നോക്കിയോളൂ. നമ്മൾ നമ്മുടെ കാര്യം ഭഗവതിയെ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഭഗവാനെ ഏൽപ്പിച്ചാൽ വീണ്ടും നമ്മൾ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വാസമില്ല എന്നാണ്. ഭഗവതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടത്തേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ അനങ്ങാണ്ടിരിക്കും. അവിടെ നിന്ന് എന്താ വെച്ചാൽ നോക്കിക്കോട്ടെ. അതാണ് ആ പൂർണ്ണമായ അർപ്പണമാണ് ഇരുന്നേടിനാൻ എന്നൊരു വാക്കുകൊണ്ട് അവിടെ കാണിക്കണം. ഇപ്പോൾ ആധ്യാത്മിക ശാസ്ത്രത്തെ ഈ രാമായണം മുതലായിട്ടുള്ള പുസ്തകങ്ങളിലൂടെ പഠിക്കുമ്പോൾ ഓരോ വാക്കും നമ്മൾ ചിന്തിക്കണം. വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് വായിച്ചു പോവുകയാണ് താളത്തിന്. അതല്ലാതെ ഓരോ വാക്കും പഠിക്കുമ്പോഴേ ഇതിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇരുന്നീടിനാൻ എന്നൊരൊറ്റ വാക്ക് തന്നെ ശ്രദ്ധിച്ചാൽ ഒരുപാടുണ്ടത്. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്ക് അൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മുതൽ. 10,000 ആദിത്യന്മാർ ഒരുമിച്ചുദിക്കുന്നത് പോലുള്ളൊരു പ്രകാശം. 10,000 എന്നുള്ളതൊരു ഒരു എണ്ണം പറഞ്ഞത് മാത്രമേ. ഒരാദിത്യൻ ഉദിക്കുമ്പോൾ തന്നെ കിഴക്കോട്ട് നോക്കാൻ പറ്റുന്നില്ല അല്ലേ? ആദ്യം ഉദിച്ചു വരുന്ന സമയത്തൊരു ചുമന്ന ഗോളമായിട്ട് കാണുമ്പോൾ കാണാൻ ആസ്വദിക്കാം. നോക്കി നിൽക്കുമ്പോൾ അതിന് നിറം മാറും. മേപ്പെട്ടങ്ങോട്ട് ഉയരുമ്പോഴേക്കും അങ്ങോട്ട് നോക്കാൻ പറ്റാണ്ടാവും. പക്ഷേ സൂര്യോദയം കാണലൊരു സുഖം തന്നെയാണ് അല്ലേ? ഉദിച്ചു ഉയർന്നു കഴിഞ്ഞാൽ തീക്ഷ്ണമാവുമെങ്കിലും ആ ഉദിക്കല് ഒരു സുഖം തന്നെയാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇരുട്ടിനെയും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇതാ ഭഗവാൻ എത്തി. ഇതുപോലെ
ലോകത്തുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളെയും, രാവണാദികളുടെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളെയും തീർത്തുകൊണ്ട് ഇതാ ഭഗവാൻ എത്തി. ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസമാണെങ്കിൽ 10,000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ ആലോചിച്ച് നോക്കൂ. ആ കൃപയാണ് കാണിക്കുന്നത്. അത്രയും നമുക്ക് സന്തോഷത്തെ, ആശ്വാസത്തെ, പ്രതീക്ഷയെ തന്നുകൊണ്ടാണ് അവിടെ ഭഗവാൻ അവരുടെ മുമ്പിൽ എത്തിച്ചേർന്നത്. എന്നിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, ഇവർ സ്തുതിച്ചു, പരമാനന്ദമൂർത്തെ ഭഗവൻ ജയ ജയ, മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാണുന്നതിന് അരുതാത്തൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപര. വളരെ ഗംഭീരമായിട്ട് അവിടെ സ്തുതിക്കുന്നുണ്ട്. യോഗിമാർക്ക് പോലും ഹൃദയത്തിൽ കാണാൻ പറ്റാത്തതായ തൃപ്പാദ പങ്കജങ്ങളെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. കാരണം ഭഗവാൻ ഒരു രൂപം ഇല്ലാത്തതാണ്, ബ്രഹ്മമല്ലേ, ഒരു രൂപമൊന്നും പറയാനില്ല. അങ്ങനൊരു വസ്തുവിനെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ യോഗിമാർക്ക് പോലും എളുപ്പമല്ല. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ തിരുസ്വരൂപത്തെ, തൃപ്പാദത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തൊരു വലിയ ഭാഗ്യമായി. ഞങ്ങൾക്ക് എന്നും ഇനി ഈ തൃപ്പാദത്തെ ഉള്ളിൽ കാണാൻ സാധിക്കണം. ഇതാണ് അവരുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് എന്നും എപ്പോഴും ഈ തൃപ്പാദത്തെ ഉള്ളിൽ കാണാൻ സാധിക്കണം. ഭഗവാൻ മുന്നിൽ വന്നപ്പോൾ തന്നെ ഇവിടെ വലിയ ആശ്വാസമായി. ഈ ഒരു ഓർമ്മ, നമുക്ക് വേണ്ടപ്പോൾ വേണ്ടത് തന്ന് രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടാവും എന്നുള്ള ഈ ഒരു ഓർമ്മ മതി നമുക്കിനി സമാധാനമായിട്ട് ജീവിക്കാൻ. ഞങ്ങൾക്ക് ഉള്ളിലെപ്പോഴും ഈ തൃപ്പാദം ഇതുപോലെ കാണാൻ സാധിക്കണം. അങ്ങേറ്റം കഷ്ടം വന്നപ്പോഴാണ് കേട്ടോ പാലാഴി തീരത്ത് പോയി സ്തുതിച്ചത്. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദം മുമ്പിൽ വന്നു. കഷ്ടം തീർന്നാൽ ഇതുപോലെ പോയി സ്തുതിക്കുമോ? കഷ്ടം തീർന്നാൽ ഇതുപോലെ പോയി സ്തുതിക്കുമോ? ഇല്ല, ഉറപ്പല്ലേ? അങ്ങനെയാണ് നമ്മൾ മനുഷ്യരൊക്കെ അങ്ങനെയാണ്. വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ഭഗവാനെ സ്തുതിക്കും. കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പതുക്കെ മറക്കും. നിത്യവും ഉള്ളിൽ കാണണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. എപ്പോഴും കാണണമെങ്കിൽ സങ്കടമായിരിക്കുമ്പോൾ നമ്മളെ രക്ഷിച്ച ഭഗവാൻ, സന്തോഷം തന്നുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന ഭഗവാൻ, ഭയം തോന്നുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ഭഗവാൻ, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാ രീതിയിലും ഭഗവാനെ കാണണം. അത്യന്തം സങ്കടക്കടലിൽ വീണപ്പോൾ രക്ഷിച്ചത് മാത്രം ഓർത്താൽ പോരാ. നമുക്ക് സന്തോഷം തരണതായിട്ടും കാണണം, സംരക്ഷണം തരണതായിട്ടും കാണണം, നേർവഴി പറഞ്ഞു തരുന്ന ഗുരുനാഥനായിട്ടും കാണണം. അങ്ങനെ എല്ലാ ഭാവങ്ങളിലും ഭർത്താവായിട്ടും സഹോദരനായിട്ടും അച്ഛനായിട്ടും മകനായിട്ടും ഏത് വസ്തുവിലും ഭഗവാനെ കാണാൻ പറ്റണമെങ്കിൽ ഭഗവാൻ അതിന് പാകത്തിനൊരു അവതാരം എടുത്ത് ലീലയാടിയാൽ തന്നെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കഷ്ടം വന്നാൽ പാലാഴി തീരത്ത് പോവുക, സ്തുതിക്കുക, ഭഗവാനെ കാണുക, കഷ്ടം മാറിയാൽ വീണ്ടും മറന്നു പോവുക. ഇതുണ്ടാവാൻ പോകുള്ളൂ. എപ്പോഴും ഭഗവാനെ ഉള്ളിൽ കാണണം എന്ന് ബ്രഹ്മാദികൾ പറഞ്ഞപ്പോൾ അതിന് എല്ലാ തരത്തിലും ലീലയാടുന്ന ഒരു അവതാരം വേണ്ടി വരും എന്ന് ഭഗവാന് തോന്നി. അങ്ങനെയാണ് രാമാവതാരം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഒരു രാവണനെ കൊല്ലേ വേണ്ടൂ എങ്കിൽ രാമാവതാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജഗത്തു സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കാൻ അവിടുത്തെ ചില്ലിയുഗളങ്ങൾ ഒന്ന് അനങ്ങേ വേണ്ടു. അവിടുത്തെ പുരികക്കൊടി ഒന്ന് വിറയ്ക്കുമ്പോഴേക്കും ഇവിടെ പ്രപഞ്ചം മുഴുവൻ സംഹരിക്കപ്പെടും. തൃക്കണ്ണൊന്ന് തുറന്നാൽ എല്ലാം ഇല്ലാതാവും. സൃഷ്ടിക്കാനും സംഹരിക്കാനും ഒക്കെ അവിടുത്തെ ഇച്ഛയെ വേണ്ടു. അങ്ങനെയുള്ള ആ ഭഗവാന് ഇതിൽ ഏതോ ഒരു ഭൂമിയിൽ ഒരു രാവണനെ കൊല്ലാൻ സ്വയം അവതരിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. രാവണനെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല ഭഗവാന്റെ രാമാവതാരം. എപ്പോഴും നമ്മൾക്ക് ഉള്ളിൽ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ എല്ലാ സമയത്തും ലീലയാടിയ ഒരു ഭാവം കാണിച്ചു തരണം. അപ്പോൾ മുഖ്യമായി രാമാവതാരത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം ഈ പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കുക.
നിത്യവും ഭക്തിയാ ബുദ്ധിയ ധരിക്കപ്പെട്ടോരിതിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. ആ സദാകാലം ഭക്തി സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാമാവതാരം. ഈ ലീലകളൊക്കെ ചതുരാനനൻ ഇതി സ്തുതിച്ചോരു നേരം മധുരതരം സ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്തിനപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്താ ഇപ്പം പ്രത്യേകിച്ചൊരു കാരണമുണ്ടായത് എന്ന് ചോദിച്ചു. എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അത് മുമ്പ് പ്രാർത്ഥിച്ചില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നുള്ളൂ. ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല? കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ട് വന്നില്ല? ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ ഇപ്പം അതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ടോ? എന്താ ഇപ്പം പ്രത്യേകിച്ചൊരു വിശേഷം ഉണ്ടായത്? ഈ ഭഗവതി ചോദിക്കണതാ. ഭഗവാനായാലും ഭഗവതി ആയാലും അതെ. ഈ കരഞ്ഞു ഓടി വരുന്ന ആൾക്കാരോട് അവർ മുട്ടിറക്കും. ഞങ്ങളുടെ നാട്ടിലൊരാൾ പറയാറുണ്ട്, എൻ്റെ ഒരു അമ്മാമ്മൻ്റെ പ്രായം കിട്ടും, ഞാൻ കാടാമ്പുഴ അമ്പലത്തിൽ ഒറ്റ പ്രാവശ്യം തൊഴാൻ പോയിട്ടുള്ളൂ, ഒരു 6 വയസ്സുള്ളപ്പോൾ. പിന്നെ അന്ന് നമ്മുടെ കൂടെ പോയതാ, പിന്നെ ഞാൻ കാടാമ്പുഴയ്ക്ക് പോയിട്ടില്ല. അവർ അതെന്തേ ചോദിച്ചു. അവിടെ അമ്മ മുട്ടിറക്കിയിത്രേ, അമ്മ മുട്ടിറക്കിയിത്രേ ഇയാളുടെ പേരിൽ. അപ്പോൾ അത് നടക്കി ചെന്നപ്പോൾ ഉറക്ക പേര് വിളിച്ചു പറഞ്ഞു അത്രേ. പേരുന്നാളും പ്രസന്നൻ മൂല ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് മുട്ടിയിത്രേ. നടക്കിൽ വെച്ചിട്ട് ഇത്ര ഉറക്കം വിളിച്ച് പറയണോ ഇയാൾ മൂലം ബുദ്ധിമുട്ടാന്ന്? പ്രസന്നൻ മൂലം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനങ്ങോട്ട് പോയിട്ടില്ല. ഈ ഞാൻ കാരണം ബുദ്ധിമുട്ടാന്ന് അമ്മയോട് പറഞ്ഞാലേ. ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ പേരും നാളും ഒക്കെ പറഞ്ഞിട്ട് ഐശ്വര്യമുട്ട്, ആരോഗ്യമുട്ട്, ബുദ്ധിമുട്ട് പലതും ഇവിടെ സമർപ്പിക്കുന്നുണ്ടാവും. അമ്മ അത് സ്വീകരിക്കുകയും ചെയ്യും, നേരെയാക്കി തരുകയും ചെയ്യും. എന്നാലും അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ അമ്മ ചോദിക്കും, ഇപ്പോൾ വരാൻ എന്താ കാരണം? എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വന്നില്ല? ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ഓടി വരാനുള്ള ഒരാളാണോ? വന്ന് കാണാനുള്ള ഒരാളാണോ അമ്മ? ചിന്തിച്ച് നോക്കണം. അപ്പം ഇപ്പം പ്രത്യേകിച്ച് എന്തേ കാരണം ഉണ്ടായത്? അതാണല്ലോ ആദ്യം തീർത്ത് കൊടുക്കേണ്ടത്. ആ പ്രശ്നമാണല്ലോ ആദ്യം തീർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, നിന്തിരുവഴി തിരുവുള്ളത്തിലേറാതെ കണ്ട എന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം. അവിടത്തേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, എങ്കിലും അത് ഞങ്ങൾ പറയാം. പൗരസ്ത്യതനയനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതി. പൗലസ്ത്യതനയനായ രാവണനെ കൊണ്ട് 3 ലോകവും നശിച്ചപ്പെട്ടെ. ഈ പ്രജാപതിമാർ 9 പേരുണ്ട്, അല്ലെങ്കിൽ 10 പേരുണ്ട്. അതിൽ ഒരാളാണ് പുലസ്ത്യൻ. ആ പുലസ്ത്യൻ്റെ മകനായിട്ട് വിശ്രവസിൻ്റെ മകനായിട്ട് രാവണൻ. അതുകൊണ്ടാണ് പൗലസ്ത്യൻ എന്ന് പറഞ്ഞാൽ വിശ്രവസ്, പൗലസ്ത്യൻ്റെ മകൻ, പൗലസ്ത്യ തനയൻ രാവണൻ. പൗലസ്ത്യ തനയനാം രാവണൻ തന്നെ കൊണ്ട് എന്നവിടെ പറയണം. എന്തായാലും 3 ലോകവും ഒരുവിധം നശിച്ച പോലെയായിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഇല്ലാതാക്കാനായിട്ട് അവിടുന്ന് എത്തിച്ചേരണം. മദ്ദത്ത ബലബലദർപ്പിതനായിട്ട് അതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. ബ്രഹ്മാവ് തനിക്ക് പറ്റിയ അബദ്ധം പറയുകയാണ് ഭഗവാനോട്. ഞാൻ കൊടുത്ത വരം കൊണ്ടാണ് ഭഗവാനെ അയാൾ ഇത്രയും അഹങ്കാരിയായിരിക്കുന്നത്, ഇത്രയും നിർദ്ദയമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊടുത്ത വരങ്ങളെ കൊണ്ടാണ്. എത്ര കുറ്റബോധം ഉണ്ടെന്നറിയോ ബ്രഹ്മാവിന്? അങ്ങനെ പറ്റിപ്പോയി ഭഗവാനെ. എപ്പോഴും നമ്മളൊരു വരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു കൊടുക്കുമ്പോൾ ദാനം പാത്രം അറിഞ്ഞ് വേണമെന്ന് പറയും. ആർക്കാണ് കൊടുക്കുന്നത്? അവനിത് കൊടുത്താൽ അതുകൊണ്ട് അവനും മറ്റുള്ളവർക്കും നന്മയാണോ എന്നൊക്കെ ചിന്തിച്ച് ഒരു വസ്തു കൊടുക്കാവും. യോഗ്യത ഇല്ലാത്തവൻ്റെ കയ്യിൽ ഓരോ വസ്തുക്കൾ കൊടുത്തിട്ട് പിന്നെ വല്ല ആപത്തും വന്ന് ഓടിച്ചെന്നിട്ട് കാര്യമില്ല. പക്ഷേ പറ്റിപ്പോയി. ഇനി ഓടിച്ചെല്ലാൻ വേറെ സ്ഥലമില്ല, ഭഗവാന്റെ അടുത്തേക്ക് എന്നെ പറ്റൂ, അതുകൊണ്ട് ചെന്നതാണ്. തൻ്റെ തെറ്റ് ബ്രഹ്മാവ് ഏറ്റു പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാരില്ല, ഞാനവിടെ ഭൂമിയിൽ പോയി അവതരിച്ചോളാം, വേണ്ടത് ചെയ്തോളാം. അതിന്
വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാലവും വന്നു ചേർന്നിട്ടുണ്ട്, കാര്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട്. കശ്യപൻ ദശരഥ നാംന രാജന്യേന്ദ്രനായി കാശ്യപീതലെ തിഷ്ടത്യധുന വിധാതാവ്. കശ്യപ പ്രജാപതി അവിടെ ദശരഥൻ എന്ന പേരിൽ അയോധ്യയിലുണ്ട്. അദ്ദേഹത്തിന് മകനായിട്ട് ഞാൻ വന്ന് അവതരിച്ചോളാം. സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. എനിക്ക് സഹോദരന്മാരായിട്ട് 3 പേര് വേറെയും ഉണ്ടാവും. ചിത്സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനകാലയെ വന്നു. കീകസാത്മജ കുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായി വരും. ജനകാത്മജയായിട്ട് എൻ്റെ യോഗമായാദേവി വരും. അവളാണ് എന്ത് കൈകസീതനയനായിട്ടുള്ള ആ രാവണൻ്റെ നാശകാരിണിയായിട്ട് വരിക. രാവണനെ കൊന്നു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറയണത് ഞാൻ രാവണനെ കൊല്ലല്ല, ഞാൻ രാവണനെ കൊന്നോളാം എന്നല്ല പറയണത്. രാവണന് നശിക്കാനൊരു കാരണം വേണം, അത് സീതയാവും. സീത ഭഗവാന്റെ യോഗമായ അതാണ് രാവണനെ നശിപ്പിക്കാൻ പോകുന്നത്, അല്ലാതെ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജനിച്ചു, ഇതുവരെയൊക്കെ പലതും കണ്ടും കേട്ടും പഠിച്ച് എത്തി. നമ്മൾ ഇതുവരെ എത്തിയത് എങ്ങനെ? കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നൊക്കെ പല അറിവും വിജ്ഞാനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ എത്തിയത് എങ്ങനെ? ആരാണ് എത്തിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വസ്തുവാണ്, ഭഗവാനല്ല. ഭഗവാന്റെ കൃപയായ യോഗമായ എന്ന ശക്തി ഭഗവതി, അതാണ് ഓരോ സമയത്തും നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ തന്ന് നമ്മളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മുന്നോട്ട് 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 കൊണ്ടുപോയി പാകപ്പെടുത്തി കൊണ്ടുവരുന്നത് ഭഗവതിയാണ്. യോഗമായ, യോഗമായ എന്നുള്ളതിന് എന്താർത്ഥം? മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാണ്. യോഗമായ പറയുമ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നത് എന്നർത്ഥം. ഈ ജീവനെ പരമാത്മാവായ ഭഗവാനിലേക്ക് യോജിപ്പിക്കാനുള്ള മായ. നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്, മായ നമ്മളെ ഈശ്വരങ്കിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ല സത്യത്തിൽ. മായ നമ്മളെ ഈശ്വരങ്കിലേക്ക് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾക്ക് സാധാരണ നിലയ്ക്ക് ഈ ലോകത്തിൽ ഇതുവരെ കണ്ടതിൻ്റെ ഒരു സ്വാധീനം വെച്ചിട്ട് എന്താ ആവശ്യം? ഭഗവാന്റെയോ ഭഗവതിയുടെ മുമ്പ് ചെന്നാൽ ചോദിക്കുമല്ലോ, എന്താ നിനക്ക് വേണ്ടത്? നമ്മൾ പറയും പണം വേണം, പദവി വേണം, ബന്ധുക്കൾ വേണം, പലതരത്തിലുള്ള സുഖഭോഗങ്ങൾ വേണം. ഇതൊക്കെ നമ്മൾ പറയും. എനിക്കതുണ്ട്, ഇതുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളെ ഈശ്വരങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള വസ്തുക്കളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. സത്യത്തിൽ നമ്മൾ എന്താ അറിയേണ്ടത്? ആധ്യാത്മിക ശാസ്ത്രം വെച്ച് നോക്കിയാൽ എന്താ നമ്മൾ അറിയേണ്ടത്? ഞാനും ഈശ്വരനും ഒന്ന്, അല്ലേ? അഹം ബ്രഹ്മാസ്മി, ഞാനും ഈശ്വരനും ഒന്ന്. ഇതറിയാനുള്ളവരാണ് നമ്മൾ. അവിടുന്ന് എന്നോ വിട്ടു പോകുന്നതാണ്. ഈ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തമൊക്കെ പറയില്ലേ, ഒരു കല്ല് മേപ്പെട്ടെറിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിന് താഴത്തേക്ക് വന്നേ പറ്റൂ, ഭൂമിയിൽ തന്നെ വന്ന് നിന്നേ പറ്റൂ. എവിടുന്ന് പുറപ്പെട്ടു അവിടേക്ക് തിരിച്ചെത്തിയേ പറ്റൂ. അതുപോലെ പരമാത്മാവിൽ നിന്ന് പോന്ന നമ്മൾക്ക് ജീവാത്മാക്കൾക്ക് തിരിച്ചാ പരമാത്മാവിലേക്ക് ഒരു ദിവസം യോജിച്ചേ പറ്റൂ. ഞാനും ഈശ്വരനും ഒന്നാണ്, രണ്ടല്ല എന്ന ബോധത്തിലേക്ക് എത്തണം. പക്ഷേ നമ്മൾ ഭഗവാനോടോ അല്ലെങ്കിൽ ഭഗവതിയോടോ പ്രാർത്ഥിക്കുക എന്താ? എപ്പോഴും രണ്ടായി നിൽക്കാനുള്ള വഴികളെ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന കുടുംബത്തെയാണ്, ഇത്ര പ്രായമായവനാണ്, ഇന്നതൊക്കെ പഠിച്ചവനാണ്, ഇത്ര പണമുള്ളവനാണ്, ഞാൻ അങ്ങനെ പലതുമാണെന്ന അഭിമാനമാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. ഞാൻ ഈശ്വരനെ ഒന്നാണെന്നുള്ള ആ അറിവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ഭഗവാനിൽ നിന്ന് അകറ്റി നിർത്തുന്ന വിഷയങ്ങളെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ വേണ്ടാത്തതാണ് ഭഗവാൻ അറിയാം. അപ്പം നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ചൊക്കെ തരും. എന്നിട്ട് ഇത് ഓരോന്ന് ഒരു ഭാഗത്ത് സുഖം കൊടുക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ദുഃഖം കൊടുക്കും. ഒരു ഭാഗത്ത് ഉയർച്ച കൊടുക്കുമ്പോൾ വേറൊരു ഭാഗത്ത് തളർച്ച കൊടുക്കും.
അങ്ങനെ അങ്ങനെ ഇവന് പൂർണ്ണമായിട്ട് തന്നെ മറന്നിരിക്കാനുള്ള അവസരം കൊടുക്കില്ല. എപ്പോഴും നാമം ജപിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ 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 ഇവൻ്റെ ഓരോരോ ദുഃഖങ്ങൾ വരുത്തി നാമം ജപിപ്പിക്കുന്ന ആ ഒരു കൃപയുണ്ടല്ലോ, കാരുണ്യം, അതാണ് യോഗമായ. നമ്മളെന്താ പറയുക, തീർത്താൽ തീരാതെ ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെന്താ പറയുക, തലയ്ക്ക് കൈ വെച്ചിട്ട് എൻ്റെ ഒരു യോഗം, അല്ലേ? സത്യമാണ്, അതാണ് യോഗം, അതാണ് യോഗമായ നമ്മളെ ഭഗവാനിലേക്ക് യോജിപ്പിക്കുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ അകന്നകന്നകന്ന് പോയേനെ, ഭഗവാനെ മറന്ന് ഈ നൂല് പൊട്ടിയ പട്ടം പോലെ എങ്ങടെങ്കിലും പോയേനെ. ഭഗവാനിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, നമ്മളെ കൊണ്ട് നാമം ജപിപ്പിക്കുന്നത് ഈ ദുഃഖങ്ങളാണ്. അതാണ് സത്യത്തിൽ യോഗമായ. രാവണൻ്റെ ജീവിതത്തിൽ അയാൾ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരം മേടിച്ച് പലതരത്തിൽ അഹങ്കരിച്ച് ലോകങ്ങളെ മുഴുവൻ കാൽക്കീഴിലാക്കി അകന്നു നിൽക്കുകയാണ്, തത്വത്തിൽ നിന്ന്, ഈശ്വരങ്കിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അയാളെ വീണ്ടും ഈശ്വരങ്കലേക്ക്, രാമചിന്തയിലേക്ക്, രാമനാമത്തിലേക്ക്, രാമപാദത്തിലേക്ക് എത്തിക്കുന്ന യോഗമായയാണ് സീത. മനസ്സിലായോ? രാവണൻ എന്ന ആ ഏറ്റവും തൃപ്തനായിട്ടുള്ള ജീവനെ രാമനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള യോഗമായയാണ് സീത. സീത എന്ന് കേട്ടതിൽ പിന്നെയാണ് രാവണൻ്റെ ജീവിതത്തിൽ പിഴവുകളൊക്കെ സംഭവിച്ചത്. സകല തെറ്റുകളും പറ്റി തുടങ്ങിയത്, പരാജയങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്, അയാൾ ദുഃഖിക്കാൻ തുടങ്ങിയത് ഒക്കെ ഈ സീതയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതാണ് പിന്നെ അയാളെ രാമബാണത്തിലേക്ക് എത്തിക്കണത്, രാമപാദത്തിലേക്ക് എത്തിക്കണത്. യോഗമായ, നമ്മൾ ഈ മായയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെപ്പോഴും സുഖങ്ങൾ തന്ന്, നമ്മളുടെ പ്രാർത്ഥനകൾ നടത്തി തന്ന് നമ്മളെ ഈശ്വരചിന്തയിൽ നിന്ന് അകറ്റുന്നതിനെയല്ല ഭഗവത് കൃപായോഗമായ എന്ന് പറയുക. എന്തൊക്കെ ഉണ്ടായാലും പിന്നെ നാമം ജപിക്കാൻ കാരണമാകുന്ന ദുഃഖങ്ങൾ വരുത്തുന്നില്ലേ, അതിനെയാണ് ഭഗവാന്റെ കൃപ, ഭഗവാന്റെ യോഗമായ എന്ന് പറയുക. രാമായണം കഥ എല്ലാവർക്കും നിശ്ചയമുള്ളതുകൊണ്ടാട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞു തരുന്നത്. ഏതായാലും അങ്ങനെ ഞാനിവിടെ വന്ന് അവതരിക്കാം എന്ന് പറഞ്ഞു. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം. ഭൂമിദേവിയൊക്കെ സമാധാനിപ്പിച്ച് ദേവന്മാരോട് പറഞ്ഞു, ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കാൻ പോവല്ലേ, നിങ്ങൾ ഭഗവാനെ സേവ ചെയ്യാനായിട്ട് വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കണം. ഭഗവാനെ സേവിക്കാൻ ഏതെങ്കിലുമൊക്കെ രൂപങ്ങളിൽ ഭൂമിയിൽ വന്ന് ജനിക്കണം. മുഖ്യമായിട്ടും വാനരവേഷങ്ങളിൽ ധാരാളമായിട്ടുണ്ടാവണം. ഭഗവാൻ അടുത്തെത്തും. അതുവരയ്ക്കും കാനന, ഗിരി, ഗുഹാദ്വാര, വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായി ഉണ്ടാവണം. നിങ്ങൾക്ക് ഭഗവാന്റെ സേവ ചെയ്യാൻ സമയമാകുമ്പോൾ ഭഗവാൻ അടുത്തേക്ക് വരും. അപ്പോൾ മുതൽക്ക് നിങ്ങൾക്ക് ഭഗവാനെ സേവിക്കാം. അതുവരെ നിങ്ങൾ വാനരന്മാരായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇരുന്നോളൂ. നമ്മളോടാ പറയണ, നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഈ കുരങ്ങന്മാരെ പോലെയാണ്. ശരീരം കൊണ്ട് നരനാണെങ്കിലും ഉള്ളു നോക്കിയാൽ വാ നര എന്നാണ്, അല്ലേ? ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടുന്ന ആ സ്വഭാവമാണ് എപ്പോഴും മനസ്സിൽ. കുറച്ച് നേരം തോന്നും ഇതാ വേണ്ടത്, കുറച്ച് കഴിയുമ്പോൾ തോന്നും അതാ വേണ്ടത്. കുറച്ച് നേരം തോന്നും ഇവിടെ ഇരിക്കലാ സുഖം, കുറച്ച് കഴിഞ്ഞാൽ തോന്നും നീട്ട് പോകലാ സുഖം. അപ്പം തോന്നിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഓരോന്ന്. മനസ്സ് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ഒരിടത്ത് ഇരിക്കുന്നുണ്ടോ? ഇല്ല. ശരിക്കും മാറൊരു സ്വഭാവമാണ് ഈ മനസ്സ്. ഒരാളൊരു കാര്യം കാട്ടണം കണ്ടാൽ എനിക്കും അത് കാട്ടണം തോന്നും, ഇല്ലേ? അയാൾ പാട്ട് പഠിക്കുന്നുണ്ട്, എനിക്കും പാട്ട് പഠിക്കണം. അയാൾ കവിത എഴുതുന്നുണ്ട്, എനിക്കും കവിത എഴുതണം. അങ്ങനെ ഇങ്ങോട്ട് തോന്നുന്നില്ലേ ഓരോന്ന്? ഇതൊക്കെ വാനര സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെ ചാടി 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 നിന്നോളൂ, വേണ്ടെന്ന് പറയുന്നില്ല. ഒരിക്കൽ ഭഗവാൻ അടുത്ത് വരും, നിങ്ങളെ കാണും, നിങ്ങളെ കൂടെ കൂട്ടും. അപ്പം മുതൽക്ക് രാമനെ സേവിക്കുക. അതുവരെ വാനരന്മാരായി ചാടി ഇരുന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പിഴവൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളൂ.
ഭഗവാൻ ഒരു സമയം തരും, അപ്പം മുതൽക്ക് നിങ്ങൾ ഭഗവത് സേവ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പം മനസ്സിലാവും. ഒന്നല്ല പലവട്ടം അത്തരം സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടാവും. എന്നിട്ടും നമ്മൾ കുറച്ചു നേരം മാത്രം ഭഗവാനെ സേവിച്ച് വീണ്ടും തന്നിഷ്ടം പോലെ ചാടി നടക്കുക. അതാണോ വേണ്ടേ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭൂമിയിൽ വന്ന് കാത്തിരിപ്പായി തുടങ്ങി. അമിത ഗുണവാനാം ദ്രൗപദി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. ആ ദശരഥനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുക. അദ്ദേഹം കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ 3 ഭാര്യന്മാരോടുകൂടി സുമന്ത്രരെ മുതലായിട്ടുള്ള മന്ത്രിമാരോടുകൂടി കാര്യകാരണങ്ങളെല്ലാം വേണ്ട പോലെ വിചാരിച്ച് ഭൂമിയെ മുഴുവൻ ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ളൊരു സമയം. സന്തതിയില്ല എന്നുള്ള വലിയൊരു ദുഃഖം. കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ അടുത്ത് വന്നപ്പോൾ ആ ദുഃഖത്തെ മഹാരാജാവ് അറിയിച്ചു. അപ്പോൾ എല്ലാം അറിയുന്ന വസിഷ്ഠരെ, സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ പുത്രൻ തന്നെയാണ്, എല്ലാം അറിയുന്ന വസിഷ്ഠര് അത് കേട്ട് ചിരിച്ച് ഇപ്രകാരം പറഞ്ഞു. ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. നിനക്ക് 4 പുത്രന്മാരെ ഉണ്ടായി വരും, അത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. നിനക്ക് 4 പുത്രന്മാരുണ്ടാവും. എനിക്ക് പുത്രന്മാരില്ല എന്നൊരു സങ്കടം പറയുമ്പോഴേക്കും ഗുരുനാഥൻ പറയുന്നത് എന്താ? 4 പുത്രന്മാരുണ്ടാവും. മുൻകൂട്ടി ഈ ബ്രഹ്മദേവൻ പറഞ്ഞതായിട്ടുള്ള കാര്യം അറിഞ്ഞാലല്ലാതെ ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഒരു പുത്രനുണ്ടാവാൻ വേണ്ടത് ചെയ്തു തരാം, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണ്, വിവാഹം കഴിഞ്ഞു 8 കൊല്ലമായി സന്തതിയൊന്നും ആവണില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ പരിശോധിക്കും, വേണ്ടതായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്യും. ഒരു സന്തതി ഉണ്ടാകാനുള്ള ചികിത്സയാണ് ചെയ്യണത്, അല്ലേ? അതിന് വേണ്ട ക്രിയകളാണ് ചെയ്യണത്. അല്ലാതെ ഡോക്ടർ ആദ്യമേ പറയാറുണ്ടോ നിനക്ക് 6 കുട്ടികളുണ്ടാവും? അതൊന്നും മുൻകൂട്ടി പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇവിടെ ഈ വസിഷ്ഠര് നിനക്ക് 4 പുത്രന്മാരുണ്ടാവും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈശ്വര നിശ്ചയം എന്താണെന്ന് മുന്നേ അറിയുന്നയാളാണ്. എന്നാൽ പിന്നെ അത് നേരത്തെ തന്നെ ദശരഥനോട് പറഞ്ഞൂടെ? ദശരഥന് എവിടെ എനിക്ക് കുട്ടികളില്ല 3 കല്യാണം കഴിച്ചു എന്നിട്ടും കുട്ടികളില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നത് വസിഷ്ഠൻ അറിയില്ലേ? എന്നാൽ അതൊന്നും ചെന്ന് പറഞ്ഞൂടെ? മഹാരാജാവെ വിഷമിക്കേണ്ട, അങ്ങേക്ക് 4 കുട്ടികളുണ്ടോ? ഇങ്ങോട്ട് ചോദിച്ചാലേ അങ്ങോട്ട് പറയാം. ഇതൊന്നും ദേവഗുഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അങ്ങോട്ട് കെട്ടിക്കയറി ആരോടും പറയാറില്ല. ഇങ്ങോട്ട് ചോദിച്ചാലേ അങ്ങോട്ട് പറയാം. എന്നാൽ തന്നെ മുഴുവൻ പറയരുത്, സമയം വരുമ്പോഴേ പറയാം. 4 പുത്രന്മാരുണ്ടാവുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അത് ഇന്ന ആളാവുന്നോ അവർ ഇന്നതൊക്കെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. വസിഷ്ഠനൊക്കെ അറിയാം. രാമായണത്തിൽ ഇനി വരാനിരിക്കുന്നത് എന്താണെന്നൊക്കെ വസിഷ്ഠൻ അറിയാം. പക്ഷെ വസിഷ്ഠൻ അതൊന്നും അപ്പം പറഞ്ഞിട്ടില്ല. 4 പുത്രന്മാരുണ്ടാവും എന്നേ പറഞ്ഞുള്ളൂ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്ക നീ ഗുണാനിധേ പുത്രകാമേഷ്ടിയാക്. അത്രമാത്രം പറഞ്ഞു. ആ പറയേണ്ടതേ ആ സമയത്ത് പറയാവൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളാണ്. നമ്മുടെ കുട്ടികളോട് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാവുന്നത് എത്രയാണോ അത്ര മാത്രമേ ആ സമയത്ത് പറയാവൂ. അതിൽ കൂടുതലൊന്നും ആരോടും നമ്മളൊന്നും തുറന്നു പറയരുത്. പറയേണ്ടത് പറയണം, പറയേണ്ട സമയത്ത്, പറയേണ്ട അളവിൽ, പറയേണ്ട ഇടത്ത് വെച്ച് അത്രമാത്രം. ആ ഒരു നിയന്ത്രണത്തോടു കൂടിയ ജീവിതമാണ് ജീവിതം. അല്ലാതെ ഡാം പൊട്ടിയ പോലെ എല്ലാ വെള്ളവും കൂടി അങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലേ, നമ്മുടെ ഉള്ളിൽ അറിയണത് മുഴുവൻ തോന്നിയതുപോലെ ആൾക്കാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞാൽ അത് നന്മയല്ല. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനെ, വിഭാണ്ഡകനായിട്ടുള്ള ഋഷ്യശൃംഖനെ കൊണ്ടുവന്നു. നമ്മൾ കണ്ടിട്ടില്ലേ വൈശാലി എന്നുള്ള സിനിമയൊക്കെ കണ്ടില്ലേ? ഈ ഋഷ്യശൃംഖനെ വരുത്തലാണ്
ഭയഭണ്ഡകനെയും വരുത്തിനാന്ന് പറഞ്ഞില്ലേ, ആ ഒരൊറ്റ വരിയിൽ പറഞ്ഞ കാര്യമാണ് അത് വൈശാലി എന്നുള്ള സിനിമ മുഴുവൻ കേട്ടോ. എങ്ങനെയാണ് ശൃംഖലയോട് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ലോകപതി യാഗം ദീക്ഷിച്ചാൻ. വേണ്ടതുപോലെ സരയൂ തീരത്ത് യാഗശാല പണിത് ദീക്ഷ ചെയ്ത് അശ്വമേധം എന്നുള്ള യാഗം ചെയ്തു. അതിനുശേഷം പുത്രകാമേഷ്ടി ചെയ്തു. അല്ലാണ്ട് പുത്രകാമേഷ്ടി നേരിട്ട് ചെയ്യാൻ പാടില്ല, അശ്വമേധം ചെയ്തിട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ അശ്വമേധം എന്താ? അശ്വമേധയാഗം എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് അശ്വമേധം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടാവും. അശ്വമേധം എന്താ? എന്തൊരു സൽക്രിയ ചെയ്യുന്നതിന് മുമ്പ് ഒരു അശ്വമേധം ചെയ്യണം എന്നാണ് അന്നത്തെ നിയമം. അപ്പോൾ അശ്വമേധം എന്താ? അശ്വം എന്ന് പറയുന്നത് കുതിര. ഏറ്റവും വലിയ കുതിര ഏതാ? നമ്മുടെ മനസ്സ്. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു അല്ലേ? ഏറ്റവും വലിയ കുതിര, തടഞ്ഞു നിർത്താൻ പറ്റാത്ത കുതിര മനസ്സാണ്. ഈ മനസ്സിനെ നിയന്ത്രണത്തിലാക്കുക. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് മനസ്സ് നിയന്ത്രണത്തിലാക്കിയിട്ട് വേണം. മനസ്സിരുത്തി ചെയ്യണം എന്ന് കേട്ടിട്ടില്ലേ? നമ്മളോട് കാരണവന്മാർ പറയാറില്ലേ, എന്ത് ചെയ്യുമ്പോഴും മനസ്സിരുത്തി ചെയ്യണം, മനസ്സിരുത്തി കേൾക്കണം. ഇവിടെ എത്ര പേര് ഇപ്പോൾ മനസ്സിരുന്നിട്ട് കേൾക്കുന്നുണ്ട്? മനസ്സിരുത്തി ചെയ്യണം. ഞങ്ങൾ ഈ ബ്രാഹ്മണർ പല സൽക്രിയകളും ചെയ്യണം. എന്ത് ചെയ്യണതിന് മുമ്പും ആരംഭിക്കുക പുണ്യാഹം എന്ന് പറഞ്ഞിട്ടാണ്. 5 പേര് ചേർന്ന് പുണ്യാഹം ജപിച്ച് തളിച്ചിട്ടാണ് എന്തൊരു നല്ല കാര്യം തുടങ്ങുക. ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ആദ്യത്തെ മന്ത്രം, എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പറയുന്ന ആദ്യത്തെ മന്ത്രം മനസ്സമാധീയത എന്നാണ്. അവിടുന്ന് തുടങ്ങാം. പുണ്യാഹ മന്ത്രങ്ങളൊക്കെ പിന്നെയുള്ളൂ. ആദ്യം പറയുന്ന മന്ത്രമാണ് മനസ്സമാധീയത. മനസ്സിനെ ശാന്തമാക്കി എന്താണ് നാം ഇപ്പോൾ ചെയ്യുന്നത് അതിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഇപ്പം നമ്മൾ എവിടെയാ, എന്താ ചെയ്യണത്, അതിലേക്ക് മനസ്സിരിക്കട്ടെ. ഇപ്പം ഞാൻ ഇവിടെ ഭാഗവതം രാമായണം പറയാനാണ് വന്നിരിക്കുന്നത് അല്ലേ? അതിനാണ് വരുത്തിയിരിക്കുന്നത്. അതിലേക്ക് എൻ്റെ മനസ്സിരിക്കണം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രാമായണത്തിൽ ഇന്ന ഭാഗം പറയാനായിട്ടാണ്. മനസ്സ് വേറെ എങ്ങോട്ടും ഓടാതെ വേണം ഇത് പറയാനായിട്ട്. കേൾക്കുന്നവരും അതുപോലെ വേണം. ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നതിനാണ്. ആ ബോധം നമുക്കുണ്ടാവണം. ഗുരുവായൂരമ്പലത്തിൽ ഇവിടെ അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, പറയാൻ പാടില്ലല്ലോ. ഗുരുവായൂരമ്പലത്തിൽ പണ്ട് തൊഴാൻ പോണ സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവുകയാണ് എന്ന ചിന്ത എത്ര പേർക്ക് ഉണ്ടാവാറുണ്ട്? കുട്ടികൾ ഗുരുവായൂർക്ക് പോണത് കളിപ്പാട്ടം മേടിക്കാനാണ്. സംശയമൊന്നുമില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പീടികയിലേക്ക് ഇങ്ങനെ വലിയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പറയും തൊഴുതു വന്നിട്ട് മേടിച്ചു തരാം. പിന്നെ കുട്ടി അകത്തേക്ക് പോണതും തൊഴേണ്ടതും ഒക്കെ പുറത്ത് കിടന്നിട്ട് മേടിക്കാനാണ്. അവൻ ഗുരുവായൂർക്ക് വന്നതേ ഗുരുവായൂരപ്പനെ തൊഴാനല്ല. വേറെ ചിലരൊക്കെ ഗുരുവായൂർ തൊഴുത് പുറത്തിറങ്ങിയാൽ ഒരു മസാല ദോശയും കാപ്പി ശീലമാണ്. അതിനു വേണ്ടി പോണ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഉദ്ദേശത്തിനാണ് ഗുരുവായൂർ പോണേ. എപ്പോഴും എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാനൊന്നുമല്ല. ഇവിടെയും അതുപോലെ തന്നെയായിരിക്കും അല്ലേ? ഏതൊരു സ്ഥലത്തും അങ്ങനെയാണ്. നമ്മൾ എന്തിനാ അവിടെ വന്നേ നമുക്ക് ബോധം ഉണ്ടാവണം. സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് ഞാൻ എന്തിനാ വന്നിരിക്കണത് എന്ന് അയാൾക്ക് ബോധം ഉണ്ടാവണം. കോളേജിൽ പോയിരിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ എന്തിനാ ഇവിടെ ചേർന്നിരിക്കണത് അയാൾക്കൊരു ബോധം ഉണ്ടാവണം. അതില്ലെങ്കിൽ വേറെ ഒരു വട്ടം ചെയ്ത് സമയം പോവും ഇല്ലേ? രാഷ്ട്രീയത്തിൻ്റെയും കലയുടെയും സ്പോർട്സിൻ്റെയും ഒക്കെ പിന്നാലെ പോയിട്ട് സമയം അങ്ങോട്ട് പോകും. നമ്മൾക്ക് എപ്പോഴും ആ ഒരു ബോധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സ് ഒതുക്കി നിർത്തി ആ വിഷയത്തിലേക്ക് തന്നെ നിർത്തി അതിനെ ചെയ്യുക. അപ്പോഴേ അത് വേണ്ട പോലെ ആവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുന്ന രീതിയിലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ അത് തീർക്കുന്ന മാതിരി പരാജയമായിരിക്കാം. ഫലമായിട്ട് അങ്ങനെയും വരാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം തരുന്ന രീതിയിലായിരിക്കും. ചില കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന പരാജയമായിരിക്കും ഫലമായിട്ട് വരിക. അറിയില്ല, പക്ഷെ ചെയ്യുന്ന കർമ്മത്തിലേക്ക് മനസ്സിരിക്കണം. അതിനാണ് അശ്വമേധം. നമ്മൾ പുരാണങ്ങളിൽ എവിടെ
അശ്വമേധം എന്ന് കേട്ടാലും ഇത് ഓർമ്മിക്കണം. അശ്വമേധം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനാണ്. അതൊക്കെ ചെയ്ത് പുത്രകാമേഷ്ടി കർമ്മത്തെ ചെയ്തു. ഹോമകുണ്ഡത്തിൽ നിന്ന് പായസവും കൊണ്ട് ഒരു ദേവതാഗണങ്ങൾ ഉയർന്നു വന്നു. താവകം പുത്രീയം ഇപ്പായസം, നിനക്ക് പുത്രനെ തരാനായിട്ടുള്ളതാണ് ഈ പായസം. കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം, ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഇതിനെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് ദശരഥനെ കൊടുത്ത് അവർ പോയി. അങ്ങനെ ആ പായസം സ്വീകരിച്ച് കർമ്മിയായിട്ടുള്ള ആചാര്യനായിട്ടുള്ള ഋഷ്യശൃംഖനും വസിഷ്ഠനും മറ്റവിടെയുള്ളവർക്കൊക്കെ ദക്ഷിണാദികളൊക്കെ ചെയ്ത്, കാരണം കർമ്മത്തിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞു. ഇനി പായസം കഴിച്ച് ഉണ്ണി ഉണ്ടായിട്ട് പിന്നെ ദക്ഷിണ ചെയ്യാം, അങ്ങനെയല്ല. മനസ്സിലായോ? കർമ്മത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പ്രസാദം കിട്ടി, അപ്പം തന്നെ ദക്ഷിണ കൊടുക്കുക. ഇനി അത് പായസം കഴിക്കുക, പുത്രൻ ഉണ്ടാവുമോ ഇല്ലയോ അത് നമ്മുടെ യോഗം. അങ്ങനെ ദക്ഷിണ ചെയ്യാനായിട്ട് പിന്നെ താമസിപ്പിക്കല്ല. അതായത് അപ്പം തന്നെ ദക്ഷിണാദികളൊക്കെ ചെയ്ത് പത്നിമാരോട് കൂടിയിട്ട് ആ പായസത്തെ കഴിച്ചു. അപ്പോൾ കൗസല്യയ്ക്കും കൈകേയിക്കും പകുതി പകുതി കൊടുത്തു. അവർ രണ്ടുപേരും അവർക്ക് കിട്ടിയതിൻ്റെ പകുതി വീതം സുമിത്രയ്ക്കും കൊടുത്തു. അങ്ങനെ 4 പുത്രന്മാരുണ്ടായി. കാരണം 4-1 ഭാഗിച്ചില്ലേ. അപ്പോൾ 4 പുത്രന്മാരായി ഉണ്ടായി. ശ്രീരാമചന്ദ്രനും ആ പകുതിയിൽ നിന്ന് അടുത്ത പകുതിയിൽ നിന്നുണ്ടായത് ലക്ഷ്മണനും, കൈകേയിക്ക് ഭരതനും അതിൻ്റെ പകുതിയിൽ നിന്നുണ്ടായത് ശത്രുഘ്നനും. അങ്ങനെ സുമിത്രയ്ക്ക് 2 പുത്രന്മാർ. ഈ 4 പുത്രന്മാരും ഉണ്ടായി വന്നു. ആ അവതാര സമയം അതിൻ്റെ മുഹൂർത്തത്തെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നു. നക്ഷത്രം പുനർവസു നവമീയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം. അപ്പോൾ നമ്മൾ ഈ കർക്കടകത്തിൽ ഭാഗവതം അല്ല രാമായണം വായിക്കണതിന് ഇതൊരു പ്രാധാന്യം ഉണ്ടോയെന്ന് തോന്നും. വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. ഇതിങ്ങനെ വായിക്കാനേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ജ്യോതിഷം അറിയില്ലേ, ഇതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്നൊന്നും പറയാനറിയില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു തലക്കുറിയുമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവതരിക്കുന്നത്. പിന്നെ പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേന്നാൾ, പുണർദം കഴിഞ്ഞ് പൂയത്തിലാണ് കൈകേയി പ്രസവിക്കുന്നത്. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. പുണർദം, പൂയം, ആയില്യം. ആയില്യത്തിലാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നത്. എന്തായാലും ഭഗവാൻ അവതരിച്ച ഉടനെ തന്നെ ഭഗവാനാണ് താൻ എന്ന് രൂപത്തെ കാണിച്ചു കൊടുത്തു ദശരഥനും കൗസല്യയ്ക്കും. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ സഹസ്ര ആയുധം ഉദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും മദ്യമായിട്ട് എല്ലാ ദേവഗണങ്ങളും സ്തുതിക്കുന്നവനായിട്ട് ശംഖചക്രാബ്ജ ഗജാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും എല്ലാ ലക്ഷണങ്ങളോടും കൂടിയിട്ട് ശ്രീനാരായണൻ അവർക്ക് ദർശനത്തെ കൊടുത്തു. കൗസല്യാദേവി സ്തുതിച്ചു തുടങ്ങി. നമസ്തേ ദേവദേവ ശംഖചക്ര അബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാഹരെ, നമസ്തേ നാരായണ, നമസ്തേ നരാകാരെ എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ സ്തുതിക്കുക. ഭഗവാൻ ആരാണ് എന്ന് അറിയാൻ തന്നെ ആർക്കും സാധ്യമല്ല. ഇതെന്താണെന്ന് അറിവുണ്ടായത് അവിടുത്തെ കൃപ കൊണ്ട്. അതിനെക്കുറിച്ച് പറയാനുള്ള വാക്കുകളും അവിടുന്ന് തന്നെ തരുന്നതാണ്. ഇവയെക്കൊണ്ട് യഥാശക്തി ഇപ്പോൾ സ്തുതിക്കുന്നു എന്ന് മാത്രം. ഇതൊന്നും പൂർണ്ണമാണെന്ന് കരുതുന്നതേയില്ല. ഭക്തന്മാർക്ക് മാത്രം വിഷയമാണ് അവിടുത്തെ രൂപം. ഇവിടെ കുറേ സൽക്കർമ്മം ചെയ്തു എന്നതുകൊണ്ടോ, തീർത്ഥങ്ങളിൽ കുളിച്ചു എന്നതുകൊണ്ടോ, യാഗം ചെയ്തു എന്നതുകൊണ്ടോ, പുസ്തകം വായിച്ചു എന്നതുകൊണ്ടൊന്നും ഭഗവാനെ കിട്ടുന്നില്ല. ഭക്തി ഉണ്ടാവണം ഉള്ളിൽ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം? കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇത്ര കർമ്മം ചെയ്തു എന്ന് അഹങ്കാരമാണ് പലപ്പോഴും ഉണ്ടാവുന്നത്, അല്ലേ? സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും കാണാറുണ്ട്, തിരുമേനി ഞാൻ 78ാമത്തെ സപ്താഹ കേൾക്കണത്, സന്തോഷമാണ്, അങ്ങോട്ട് നമസ്കരിക്കാം. അല്ലാണ്ട് നമുക്കെന്താ ചെയ്യാൻ പറ്റുക?
78ാമത്തെ സപ്താഹം കേൾക്കുന്നത് എന്താ അഭിമാനം. ഇത് പറയണത് 1000 സപ്താഹം കഴിഞ്ഞ ആളോടായിരിക്കും കേട്ടോ. 1000 സപ്താഹം വായിച്ച് കഥ പറഞ്ഞിട്ട് തനിക്കിപ്പോഴും എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്ന് കരുതുന്ന ഒരു ആചാര്യനോടാണ് നമ്മൾ ഇത്ര കേട്ടു എന്ന് പറയുന്നത്. ഈ കർമ്മങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ള അഹങ്കാരം ഉണ്ടാക്കും. ഞാൻ ഇത്ര പ്രാവശ്യം കാശിയിൽ പോയിട്ടുണ്ട്, ഞാൻ കൈലാസത്ത് പോയിട്ടുണ്ട്, ഞാൻ വൃന്ദാവനത്ത് പോയിട്ടുണ്ട്. ഇതിങ്ങനെ അഭിമാനമാണ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വളർത്തുന്നത്. സത്യത്തിൽ ഭക്തി വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന ദിക്കിലൊക്കെ പോവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയണമെങ്കിൽ കുറച്ച് ഭക്തി ഉണ്ടെന്ന് പറയാം. എനിക്ക് ഇത്ര പ്രാവശ്യം ഭാഗവതം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്ര പ്രാവശ്യം വൃന്ദാവനത്തിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്ര പ്രാവശ്യം ഇന്നത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ചെറിയൊരു ഭക്തിയുടെ ഇതാണെന്ന് പറയാം. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണമെങ്കിൽ അവിടെ ഭക്തി ഉണ്ടാവും. ഇപ്പോൾ കർമ്മങ്ങൾ 2 തരത്തിലും നമുക്ക് പ്രയോജനപ്പെടാം. ചിലപ്പോൾ ഭക്തി ഉണ്ടാക്കി തന്നെന്ന് വരാം, അല്ലെങ്കിൽ അഹങ്കാരത്തെ വളർത്തിയെന്ന് വരാം. ഭക്തി ഏറ്റവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊന്നും എൻ്റെ കഴിവല്ല എന്നറിയലാണ് ഭക്തിയുടെ ലക്ഷണം. ഇതൊന്നും എൻ്റെ കഴിവല്ല, എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇത് ഭഗവാന്റെ കാരുണ്യം, സജ്ജനങ്ങളുടെ കാരുണ്യം, എൻ്റെ കഴിവ് അതിലൊന്നുമില്ല കേട്ടോ. ഈ ഞാൻ എന്നത് ഏറ്റവും താഴ്ന്നിരിക്കലാണ് ഭക്തിയുടെ ലക്ഷണം. നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് വേറൊരാൾ പറഞ്ഞു തരണ്ട. പലപ്പോഴും ലോകം നമ്മളെ ചതിക്കുക ചെയ്യുക. നമ്മളൊക്കെ എത്ര ഭക്തനാ എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ അഹങ്കാരി ആക്കാനാണ് ഈ ലോകം. ഭഗവാങ്കൽ നിന്ന് അകറ്റാനാണ് ഈ ലോകം. ലോകം നമ്മളെ വഴിതെറ്റിക്കുക ചെയ്യുക. നമുക്ക് സ്വയം മനസ്സിലാക്കാം നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ. എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മൾക്ക് അഹം എന്ന് പൊന്തി വരണുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. അഹം എന്ന് പൊന്തി വരണുണ്ടെങ്കിൽ ഭക്തി ഒന്നും ആയിട്ടില്ല കേട്ടോ എന്ന് മനസ്സിലാക്കാം. ഇതൊന്നും എൻ്റെ കഴിവല്ല, എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ എന്നെപ്പോഴും നമുക്ക് സ്വയം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ. മറ്റൊരാളുടെ മുമ്പിൽ പറയലും നാട്യാണേ. മറ്റൊരാളുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയും. എന്നോട് നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഇപ്പം ഇത് കഴിഞ്ഞാൽ പോവുമല്ലോ, വന്നിട്ട് പറയുക തിരുമേനി പറഞ്ഞതൊക്കെ വളരെ നന്നായിട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ ഭഗവതിയുടെ കഴിവ്, ഒക്കെ ഭഗവാന്റെ കഴിവ്, ഒക്കെ ഗുരുനാഥൻ്റെ കഴിവ് എന്നൊക്കെ പറയും. അങ്ങനെ പറയണമല്ലോ. അങ്ങനെ പറയണമെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കണേ. അപ്പോഴല്ലേ എന്നെ ആൾക്കാർക്ക് ഭക്തനാ തോന്നുള്ളൂ. ഞാനങ്ങനെയൊക്കെ പറയും. മറ്റൊരാളുടെ മുമ്പിൽ വിനയം നടിച്ചത് കൊണ്ട് ഭക്തനായില്ല. അവനവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, വേറെ ആരെയും കാണിക്കാനില്ലാത്തപ്പോഴും ഇതെൻ്റെ കഴിവാണെന്ന് തോന്നരുത്. അത് അവനവനേ അറിയാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ മുമ്പിൽ നാട്യം നടിക്കും നമ്മൾ. അവനവന് സ്വയം തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ഭക്തിയാണോ അഹങ്കാരമാണോ വളർന്നു നിൽക്കുന്നത്. ഭക്തന്മാരായിട്ടുള്ളവർക്ക് മാത്രമാണ് ഭഗവാനെ കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുന്നത്. അടിയങ്ങൾക്ക് ഭഗവാനെ ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിച്ചു, ഭഗവാൻ പുത്രനായി വന്നുവെങ്കിൽ അത് അടിയങ്ങളുടെ കഴിവല്ല. ഞങ്ങൾക്ക് ഭക്തിയൊന്നുമില്ല. ഭഗവാൻ അങ്ങനെ നിശ്ചയിച്ചു, അത് നടത്തി എന്നല്ലാതെ ഞങ്ങളുടേതായിട്ട് അതിൽ യാതൊന്നുമില്ലെന്നാണ് അമ്മ കൗസല്യ ഭഗവാനോട് പറയുന്നത്. പിന്നെ ഭഗവാൻ പറയുന്നു, മാതാവേ, ഭവതിക്ക് എന്തിഷ്ടമാകുന്നത് എന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ നടക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാനിവിടെ വന്നത് രാവണനെ വധിക്കാനായിട്ടാണ്. അതിന് പണ്ട് നിങ്ങൾ ശിവനും അതിഥിയുമായിരുന്നു, എന്നെ പുത്രനായി കിട്ടണമെന്ന് വരം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മകനായിട്ട് രാവണവധത്തിനായിക്കൊണ്ട് എത്തിച്ചേർന്നു. ഇങ്ങനെ മനുഷ്യനായിട്ട് ഞാനിവിടെ വന്ന സമയത്ത് മനുഷ്യനായിട്ട് മകനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അതൊരു കാരണത്തിന് വേണ്ടിയിട്ട്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഈശ്വരനാണെന്ന് നിങ്ങളുള്ളിൽ എപ്പോഴും ചിന്തിക്കണം. മറ്റുള്ളവർ രാമൻ ദശരഥാത്മജനാണ്, കൗസല്യാത്മജനാണ്, രാമൻ മനുഷ്യനാണെന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങളെപ്പോഴും
എപ്പോഴും ഉള്ളിൽ അറിയണം, രാമൻ രാവണവധത്തിനായി വന്ന ഈശ്വരനാണ്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അത് ഓർമ്മയുണ്ടാവണം. മായയിൽ പെട്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ യാതൊരു മർത്യനിഹൻ നമ്മിലെ സംവാദം ഇത് ആദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവന് സാരൂപ്യം എന്നതറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാവും. ഞാനും അമ്മയും തമ്മിലുള്ള ഈ സംഭാഷണം പഠിക്കുന്നവനും കേൾക്കുന്നവനും ആദരത്തോടെ സ്മരിക്കുന്നവനും മരിക്കാൻ കാലത്ത് ഭഗവത് സ്മരണ ഉണ്ടാവുമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അമ്മയ്ക്കുണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയണം, അമ്മയ്ക്കും അച്ഛനും അതുണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയണ്ട. ഇത് എന്നെങ്കിലും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും തന്നെ സദ്ഗതി ഉണ്ടാവും. അമ്മയ്ക്കും അതുണ്ടാവും. എന്നെ മകനായിട്ടല്ല ഈശ്വരൻ തന്നെയാണെന്ന് എപ്പോഴും ഉള്ളിൽ കാണണം. ചിലപ്പോൾ മറന്നു പോകട്ടോ, ചിലപ്പോൾ മറന്നു പോകും. എത്ര പറഞ്ഞാലും മറക്കുവേ. അതൊരു അത്ഭുതമൊന്നുമല്ല. കൗസല്യാദേവിക്കും അത് പറ്റിയിട്ടുണ്ട്. രാമനെ ഇനി കാട്ടിലേക്ക് പറഞ്ഞയക്കണ രംഗില്ലേ, അച്ഛൻ്റെ വാക്ക് സത്യമാക്കാനായിട്ടാണ് രാമന് പോയേ പറ്റൂ. പക്ഷെ കൗസല്യ പറയുന്നു എൻ്റെ മകനാണ് ഇവിടെ തന്നെ ഇരിക്കണം, അല്ലേ? അപ്പം നമുക്ക് ചിലപ്പോൾ അത് സംഭവിക്കും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ എന്ന് തോന്നും. ഭഗവാനാണ്, ഭഗവാന്റെ ആണ് ഈ പ്രപഞ്ചത്തിലെല്ലാം ഞാനും. ഇത് പലപ്പോഴും മറന്നു പോകും, എൻ്റെ എന്ന് തോന്നും. ഏതായാലും ഭഗവാൻ അപ്രകാരം പറഞ്ഞു. പുത്രന്മാരുണ്ടായപ്പോൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ജാതകർമാദി എല്ലാം ചെയ്തു. അവരെ വളർത്തിക്കൊണ്ടുവന്നു. അവരുടെ ബാലലീലകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മുട്ടുകുത്തി നടന്ന് ഓടിക്കളിച്ചതും തൻ്റെ പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ചുംബനം കൊണ്ടും അവിടെയുള്ള എല്ലാവരെയും ആനന്ദിപ്പിച്ചതും. ശ്രീകൃഷ്ണ കഥ പറയുമ്പോൾ പറയണത്ര ബാല്യലയൊന്നും രാമകഥയിൽ പറയാറില്ല. എന്തായാലും അവിടെയും ബാല്യലകളൊക്കെ പറയും. എല്ലാവരെയും ആനന്ദിപ്പിച്ച് ആ ബാല്യത്തെ വിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിച്ചു. വിദ്യാഭ്യാസമായി. വസിഷ്ഠനിൽ നിന്ന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ വിദ്യകളും പഠിച്ചു. എന്തെല്ലാം വിദ്യകൾ പഠിക്കണം? സാധാരണ നിലയ്ക്ക് ഒരു നല്ല മനുഷ്യനാവാനുള്ളത് പഠിക്കണം, ആധ്യാത്മികമായിട്ടുള്ള വിദ്യകൾ പഠിക്കണം, ഒരു നല്ല രാജാവാകാൻ വേണ്ടുന്ന വിദ്യകൾ പഠിക്കണം, ഒരു നല്ല യോദ്ധാവാകാൻ വേണ്ടുന്ന വിദ്യകൾ പഠിക്കണം. എന്തെല്ലാം പഠിക്കണമെന്നോ ഇതെല്ലാം പഠിച്ചു. ഈ യോദ്ധാവായി എന്ന് പറഞ്ഞ് വെറുതെ അമ്പുവില്ലെടുത്ത് നടന്നാൽ പോരാ, അച്ഛനത് ബോധ്യം വരണ്ടേ. അതിനു വേണ്ടിയിട്ട് ലക്ഷ്മണനെയും കൂട്ടി കാട്ടിലേക്ക് പോവുക, നായാടി കൊണ്ടുവരിക അവിടുന്ന് മൃഗങ്ങളെയൊക്കെ. അപ്പോൾ രാമന് എല്ലാ വിദ്യകളും വശമായിട്ടുണ്ട് എന്ന് അച്ഛന് ബോധ്യമാക്കി. അച്ഛന് സംശയം വേണ്ട. ഇങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വിശ്വാമിത്രൻ അങ്ങോട്ട് എത്തിച്ചേർന്നത്. നമുക്ക് ഭാരതമൊക്കെ നോക്കിയാൽ കാണാം, വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ മത്സരമാണ്. വിശ്വാമിത്രൻ ജനിച്ചത് ഒരു രാജാവായിട്ടാണ്. ഗാന്ധി എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ മകനായിട്ട് ജനിച്ചയാളാണ് വിശ്വാമിത്രൻ. ഈ വിശ്വാമിത്രൻ പിന്നെ വസിഷ്ഠനെ പോലെ തനിക്കും ബ്രഹ്മഋഷി ആവണം എന്നും പറഞ്ഞ് കൊട്ടാരം വിട്ടിറങ്ങി കഠിനമായിട്ടുള്ള പല തപസ്സുകളും ചെയ്തു. അദ്ദേഹത്തിന് ഋഷിയായി. അതിന് മേലേക്ക് പോകണില്ല. പിന്നെയും തപസ് ചെയ്ത് രാജഋഷിയായി, ദേവഋഷിയായി. എന്നിട്ടും മതിയാവാതെ ബ്രഹ്മഋഷിയാവാൻ കഠിന പ്രയത്നം ചെയ്ത് വസിഷ്ഠനെ പോലെ ആവണം. അങ്ങനെ നടന്ന ഒരാളാണ് വിശ്വാമിത്രൻ. അപ്പോൾ പലപ്പോഴും അവർ തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗൃധ്രങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹരിശ്ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട മഹാരാജാവിൻ്റെ കഥ കേട്ടാൽ കഷ്ടപ്പാട് മുഴുവൻ ഉണ്ടായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം കൊണ്ടാണ്. പക്ഷേ ആ വിശ്വാമിത്രൻ ഇവിടെ വസിഷ്ഠൻ കുലഗുരുവായിട്ടുള്ള അയോധ്യയിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. ലോക നന്മയ്ക്കായിട്ടാണ് രാമൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാവണവധം ചെയ്യാൻ യോഗമായ സീതാദേവിയായിട്ട് അവതരിച്ചിട്ടുണ്ട് മിഥിലയിൽ. ആ സീതയും രാമനും ഒന്നാവണം, അവരെ ഒരുമിപ്പിക്കാനാണ് വിശ്വാമിത്രൻ വരണം. ലോക നന്മയാണ് ഉദ്ദേശം. രാവണാദികളിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ വലിയ
ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ നമ്മൾ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കേണ്ടതില്ല. അതാണ് വിശ്വാമിത്രൻ അങ്ങോട്ട് എത്തിച്ചേരുന്നത്. നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് വലിയൊരു ലക്ഷ്യം മുമ്പിൽ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളെ മാറ്റി വയ്ക്കണം. പലപ്പോഴും നമ്മൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ചെറിയ ചെറിയ അല്പരസങ്ങൾ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ കാണാതെ പോകും. ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാൻ പോവുക എന്നൊരാൾ പറയുമ്പോൾ നമ്മൾ പറയാം, അവൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ വരില്ല, അവളുടെ കൂടെയാണെങ്കിൽ ഞാനില്ല. ഞാനും അവനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കാം, എന്തെങ്കിലും. ആ മുറ്റത്ത് കിടക്കുന്ന പ്ലാവില എന്നോ അപ്പുറത്തേക്ക് മാറ്റിയിടുക പറഞ്ഞു, എന്നോട് പറയുക, ഇത്രയേ ഉള്ളൂ. ആ പ്ലാവില അങ്ങ് എടുത്തിടാൻ പറഞ്ഞതാണ് പ്രശ്നം. ഇതിൻ്റെ പേരിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുക എന്ന് പറയുന്നത് വേണ്ടാന്നൊക്കെ പല കാര്യമുണ്ടോ? ആ വലിയ കാര്യത്തിൻ്റെ മുമ്പിൽ ഈ ചെറുതൊക്കെ ഒന്ന് മറക്കണ്ടേ, മാറ്റി വെക്കണ്ടേ? പക്ഷെ പലരും അങ്ങനെയല്ല, ഈ ചെറിയ 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 വിഷയങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. ജീവിതത്തിൽ നമ്മൾ കാണേണ്ടതാണ്, രാമായണം കാണിച്ചു തരികയാണ്, ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായിട്ടുള്ള ഈ രാമാവതാരത്തെ ഭംഗിയാക്കാൻ വിശ്വാമിത്രൻ വസിഷ്ഠനോടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസവും വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ചെന്നു. നേരെ അങ്ങോട്ട് ഞാൻ സീതയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരാം എന്നല്ല വിശ്വാമിത്രൻ പറയണേ. അങ്ങനെ ആരും പറയാൻ പാടില്ലല്ലോ. ഞാനൊരു യാഗം ചെയ്യുന്നുണ്ട്, അവിടെ പലരും വന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് നിശാചരന്മാർ. യാഗരക്ഷ ചെയ്യാനായിട്ട് രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നാണ് വിശ്വാമിത്രൻ പറയണേ. അത് ദശരഥന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. രാമനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല, ഞാൻ വരാം. എത്ര വലിയ ദുഷ്ടക്കൂട്ടത്തിൽ നിന്നും അങ്ങയുടെ ആശ്രമത്തെ ഞാൻ രക്ഷിക്കാം, ഞാൻ വരാം. രാമനെ പറഞ്ഞയക്കാൻ വയ്യ, കുട്ടിയല്ലേ എന്നൊക്കെയാണ് ദശരഥൻ്റെ വാക്ക്. അപ്പോൾ വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ മുഖത്തേക്ക് നോക്കി. വസിഷ്ഠര് ഗുരുനാഥൻ ദശരഥനെ അവിടുന്ന് മാറ്റി നിർത്തി. എന്താ ഈ പറയണേ, ആരോടാ പറയണേ, ചിന്ത ഉണ്ടാവണ്ടേ? വിശ്വാമിത്രൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇന്ന് വിളിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന് തൻ്റേതൊരാവശ്യം പോലെ ഇത് പറയുന്നുണ്ടെങ്കിൽ അതിന് തക്ക കാരണം ഉണ്ടാവുമെന്ന് ചിന്തിക്കണ്ടേ? ഇവിടെ രാമനായി വന്നിരിക്കുന്നത് ആരാന്ന് അങ്ങ് അറിയൂ. എന്തിനാണ് വിശ്വാമിത്രൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് അറിയൂ. വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുക. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം, സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ, മാനുഷനല്ല രാമൻ, മാനമില്ലാത്ത പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ വന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചിതു. കാര്യം മനസ്സിലാക്കൂ. അത് ചെയ്യിക്കാനാണ് വിശ്വാമിത്രൻ വന്നിരിക്കുന്നത്. ആ പഴയ കഥയൊക്കെ നിങ്ങൾ തപസ് ചെയ്തതും എന്നെ പോലെ വരം മേടിച്ചതും കഥയൊക്കെ വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ഇതാ പറഞ്ഞേക്കാണ്. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ട് നൽകി ഭൂപതി പുത്രന്മാരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞയച്ചു. കാരണം ഇതിൽ വലിയൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാവുക. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്ന് അരികെ ചേർത്ത് മാറിലണച്ച് ഗാഠം ഗാഠം പുണർന്ന് വളരെ സന്തോഷത്തോടു കൂടി ഗുണങ്ങൾ വരുവാനായി പോവിൻ, നല്ലത് വരുവാനായിട്ട് നിങ്ങൾ മുന്നോട്ട് യാത്രയായിക്കോളൂ എന്നവരെ പറഞ്ഞയക്കാം. എന്ത് ഗുണങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് കുട്ടികൾക്കറിയോ? അപ്പം നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കണം. 3.5 വയസ്സ് 4 വയസ്സാകുമ്പോഴേക്കും ഇയാളെ ഒരു ബാഗും ചോറും പാത്രവും ഒരു വാട്ടർ ബോട്ടിലും കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞേക്കണം. അയാൾക്ക് അറിയോ ഇതുകൊണ്ട് നാളെ എന്താണ് വരാനുള്ളതെന്ന്? താൻ 10ാം ക്ലാസ് പാസ്സാവും, ഡിഗ്രി പാസ്സാവും, വലിയ ജോലി കിട്ടും,
ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള അറിവൊക്കെ അതുകൊണ്ടുണ്ടാവും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ LKG പോക്ക് എന്ന് ആ കുട്ടിക്ക് അറിയുമോ? ഇല്ല. പക്ഷേ പറഞ്ഞയക്കുന്നവനൊരു സങ്കല്പം ഉണ്ടല്ലോ, ഇല്ലേ? ഉപനയനം ചെയ്യണം. ഒരു കുട്ടിയെ പിടിച്ച് അവന് കഴുത്തിലൊരു പൂണൂലും ഇട്ട് കൊടുത്തിട്ട് പ്രണവവും ഗായത്രിയും ഉപദേശിക്കണു ആചാര്യൻ. കുട്ടിക്കറിയോ ഇത് ഇനി മുതൽക്ക് അങ്ങോട്ട് 3 നേരവും ജപിക്കേണ്ടതാണ്, സമിതാഹോമം ചെയ്യേണ്ടതാണ്, എന്തിനാണെന്ന കുട്ടിക്കറിയോ? പക്ഷെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന എല്ലാ നന്മയ്ക്കും കാരണമാണ് ഈ ഉപദേശമെന്ന് കൊടുക്കുന്നവനറിയാം, അല്ലേ? ഇതുപോലെ ദശരഥനറിയാം. ഇത് ഈശ്വരനായതുകൊണ്ട് രാമലക്ഷ്മണന്മാർക്കും അറിയാമെങ്കിലും കുട്ടികൾ എന്ന രീതിയിൽ നോക്കിയാൽ അവർക്കറിയണമെന്നില്ല. നല്ലത് വരുവാൻ, ഗുണങ്ങൾ വരുവാൻ പൊക്കോളൂ, നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, പൊക്കോളൂ എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയച്ചു. അങ്ങനെ കുട്ടികളെയും കൊണ്ട് സന്തോഷത്തോടു കൂടി കാട്ടിലേക്ക്, അതിൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. രാമരാഘവ രാമ ലക്ഷ്മണകുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ വെറും കുട്ടികളാണ്. ദാഹം, വിശപ്പ് ഇതൊന്നും നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. പിന്നെ ദരിദ്ര കുടുംബത്തൊക്കെ ജനിച്ചെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കുറേശ്ശെ മനസ്സിലായിട്ടുണ്ടോ, അല്ലേ? വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്നവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അങ്ങനൊരു സാധനം ഉണ്ടെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ടല്ലേ കുറച്ചു കാലം മുമ്പേ ഒരു രാജകുമാരൻ നമ്മുടെ ഇടയിൽ പറഞ്ഞില്ലേ, ഒരു 4 കൊല്ലം മുമ്പേ, വിശപ്പ് എന്നുള്ളത് ഒരു വികാരമാണ്. വിശപ്പ് ഒരു തോന്നൽ മാത്രമാണ്, അത് മനസ്സിൻ്റെ ഒരു വികാരമാണ് എന്ന് ഒരു രാജകുമാരൻ പ്രസംഗിക്കലുണ്ടായി 3-4 കൊല്ലം മുമ്പ്. വിശപ്പ് ഒരു ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അനുഭവമാണ്. അതുണ്ടാകുന്നതോടെ, അത് ശക്തമാകുന്നതോടെ മറ്റെല്ലാം അതിലില്ലാണ്ടാവും. വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവനെ അറിയുള്ളൂ. വിശപ്പ് ശക്തിയായാൽ അവനവൻ്റെ ഉടുതുണി ഉരിഞ്ഞു കൊടുക്കാൻ പോലും മടിയുണ്ടാവില്ല, അല്ലേ? എത്ര സ്ത്രീകളുണ്ട് ലോകത്ത്, ഉടുത്ത തുണി പോലും വേണ്ടാന്ന് വെക്കണം വിശപ്പ് മാറ്റാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്താ ചോദിച്ചാൽ വിശപ്പാണ്. നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണപ്പോൾ ആദ്യം ഉണ്ടായതാണ് വിശപ്പും ദാഹവും. അമിഞ്ഞപ്പാല്. അവസാനം നമ്മളെ വിട്ടുപോകുന്നതാണ് വിശപ്പും ദാഹവും. അനങ്ങാൻ വയ്യാണ്ടായി കിടക്കുകയാണ്, ശരീരത്തിൽ തുണിയില്ലാത്തത് പോലും നമുക്ക് നാണക്കേടല്ല. പക്ഷെ അപ്പോഴും ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ വായ വിളക്കില്ലേ? ഏറ്റവും ആദ്യം ഉണ്ടായതും ഏറ്റവും അവസാനം മാത്രം നമ്മളെ വിട്ടുപോകുന്നതുമായിട്ടുള്ള വസ്തുവാണ് വിശപ്പും ദാഹവും. പക്ഷേ സമ്പന്നമായിട്ടുള്ള ഒരിടത്ത്, ഒരു കൊട്ടാരത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഈ വിശപ്പും ദാഹം എന്താണെന്ന് അറിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ എപ്പോഴും കൊട്ടാരത്തിൽ കഴിയാൻ പറ്റിക്കൊള്ളുന്നില്ല. കാട്ടിലൊക്കെ വേണ്ടി വന്നേക്കാം. ഇപ്പം തൽക്കാലം വിശ്വാമിത്രൻ കാട്ടിലേക്ക് കൊണ്ടുപോയി. നാളെ 14 കൊല്ലം കാട്ടിലേക്ക് പോകാനുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ കൊണ്ടുപോകലേ, ഒരു പരിചയപ്പെടുത്തലാണ്. കാട് വെച്ചാൽ എന്താണെന്ന് അറിയണ്ടേ? വിശ്വാമിത്രൻ്റെ കൂടെ പോയി കാട് കണ്ടിട്ടുള്ളതുകൊണ്ടാട്ടുക. രാമന് നാളെ കാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ സാരില്ല അച്ഛാ ഞാൻ പൊക്കോളാം എന്ന് പറയാൻ പറ്റണത് കാട് എന്താണെന്ന് അറിയണോണ്ടാണ്. അറിയാത്തവർക്ക് പേടിയാവും. നാളെ ഒരു കാലത്ത് ആവശ്യം വന്നേക്കും എന്ന് കരുതി ഇപ്പം തന്നെ ബല അതിബല എന്ന് പറഞ്ഞ് 2 മന്ത്രങ്ങളെ ഉപദേശിക്കാം. വിശപ്പും ദാഹവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിവുണ്ടായാൽ മതി. അത് മനസ്സിനൊരു ബുദ്ധിമുട്ടാവാതിരുന്നാൽ മതി. നമുക്കത് ചെയ്യാൻ പറ്റും, സഹിക്കാനൊക്കെ പറ്റും. പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കുക എന്നുള്ളതൊരു ശീലമാണ്. കിട്ടിയില്ലെങ്കിൽ തലവേദന വരും. കുറേ ആൾക്കാർക്ക് ഉണ്ട്, നീട്ട ആദ്യം കണ്ണ് തുറക്കുമ്പോൾ ചായ മുമ്പിൽ വേണം. പക്ഷേ നാളെ അച്ഛൻ്റെ ചാത്താണ് അല്ലെങ്കിൽ അമ്മയുടെ ചാത്താണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് തലേ ദിവസം തന്നെ അറിയാം, അല്ലേ? ഇത് കഴിഞ്ഞിട്ടേ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ തലേ ദിവസം തന്നെ അറിയാം. അന്നത് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി, ഒരു തലവേദനയും വരില്ല. കാരണം നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നേരത്തെ പ്രിപ്പയർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് ചായ കിട്ടിയാൽ മതി, തലവേദന വരില്ല. നമുക്കിങ്ങനെ അടിക്കടി ഏതെങ്കിലും ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം എന്ന ശീലം ഉണ്ടെങ്കിലും ശബരിമലയ്ക്ക് തൊഴാൻ പോയി അല്ലെങ്കിൽ ഗുരുവായൂർ തൊഴാൻ പോയി 4-5 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നാൽ ഒരു കുഴപ്പമൊന്നും വന്നാറില്ല.
ഇരിക്കാൻ പോലും പറ്റില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടില്ല. പക്ഷെ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ നേരത്തെ പ്രിപ്പയർഡാണ്. ഇത്ര സമയം നിൽക്കേണ്ടി വന്നേക്കാം, അത് കഴിഞ്ഞിട്ടേ വിശപ്പ് ദാഹം നമ്മളെ ബാധിക്കുള്ളൂ, കാര്യം കഴിയോളം ബാധിക്കില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇത് ഉള്ളതാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇത് വല്ലാതെ നമ്മളെ ബാധിക്കാതെ നോക്കാൻ പറ്റും. അതിനായിരിക്കാം ബല അതിബല എന്നുള്ള 2 മന്ത്രങ്ങളെ കൊടുക്കുന്നത്. മനസ്സിനാണല്ലോ ഈ മന്ത്രത്തിൻ്റെ സ്വാധീനം. മനസ്സ് അതിന് പ്രിപ്പയർഡ് ആവുക, അപ്പോൾ നമുക്ക് ഏതവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും, അതൊന്നും ബാധിക്കാതെ. അതൊക്കെ കൊടുത്തു. പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് താടകാവധം. വലിയൊരു രാക്ഷസി മുമ്പിലേക്ക് വരുന്നു. ഇങ്ങനൊരുവൾ വരും എന്നുള്ളത് മുൻപേ തന്നെ വിശ്വാമിത്രനറിയാം. ഇവിടെ ഇങ്ങനെ ഒരു കാടാണ്, താടക എന്ന് പറഞ്ഞിട്ട് ഒരുവളുണ്ട്, അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല, ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും അലറിക്കൊണ്ട് അവൾ വന്നു. പിന്നെ ചോദ്യവും പറിച്ചിട്ടൊന്നുമില്ല. രാമ അമ്പയച്ചോളൂ പറഞ്ഞു, ഒരൊറ്റ അമ്പയച്ചു, മാറിടത്തിൽ കൊണ്ടു താടക വന്നു. സ്ത്രീവധം ചെയ്യാമോ? എത്രയൊക്കെ ആയാലും പുരുഷന്മാർ, വീരന്മാർ അബലകളായിട്ടുള്ള സ്ത്രീകളെ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. സ്ത്രീവധം ചെയ്യാൻ പാടില്ല, സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. പക്ഷേ ലോകത്തിന് യാതൊരു തരത്തിലും ഉപകാരമില്ലാതെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അമ്മ എന്നല്ലേ, അല്ലേ? സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ മാതൃഭാവം, ദയ, സ്നേഹം, കാരുണ്യം ലവലേശം ഉള്ളിലില്ല എങ്കിൽ, ലോകത്തെ പിടിച്ച് തിന്നുന്നവൾ മാത്രമാണെങ്കിൽ, സ്ത്രീത്വമില്ലാത്ത സ്ത്രീ ലോകത്തിന് ഉപദ്രവമാണ്. ലേശമെങ്കിലും സ്ത്രീത്വമുണ്ടെങ്കിൽ നല്ലതാണ്, അതില്ലെങ്കിൽ ലോകത്തിന് ഉപദ്രവമാണ്. അതില്ലാതാക്കുക തന്നെ വേണം. പുരുഷത്വമില്ലാത്ത പുരുഷൻ, സ്ത്രീത്വമില്ലാത്ത സ്ത്രീ നല്ലതല്ല, ഇല്ലാതാക്കുക തന്നെ വേണം. എന്തായാലും ആ താടകയെ വധിച്ചു. ഭയം എന്നൊന്ന് രാമനെ ബാധിച്ചതില്ല. വിശ്വാമിത്രൻ കൂടെയുണ്ട്. അമ്പെടുത്തോളൂ, അയച്ചോളൂ പറഞ്ഞു, അയച്ചു. താടക വീണു. പിന്നെ യാഗദീക്ഷ ചെയ്തോളാൻ പറഞ്ഞു. താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവൻ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ രക്ഷിച്ചോളാം, യാഗം ആരംഭിച്ചോളാൻ പറഞ്ഞു. യാഗം തുടങ്ങി. അപ്പോൾ ഇത് എല്ലാ 15 ദിവസത്തിലും ചെയ്യുന്നതായിട്ടുള്ള യാഗമാണ്. പർവണി എല്ലാ 15 ദിവസത്തിലും ഓരോ പക്ഷത്തിലും ചെയ്യുന്ന യാഗമാണ്. അമാവാസിക്ക് ചെയ്യുന്ന യാഗം. അതങ്ങോട്ട് ചെയ്യാൻ പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ മധ്യാഹ്നകാലേ മേദ്ഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയതിനാൽ രാക്ഷസന്മാരൊക്കെ വന്നു. ഉച്ചനേരമായപ്പോഴേക്കും, ആ അമാവാസിയുടെ ഉച്ചനേരമായപ്പോഴേക്കും അവർ രക്തവും മാംസവും ഒക്കെ ആകാശത്തുനിന്ന് പൊഴിച്ചുകൊണ്ട് യാഗഭൂമിയെ വൃത്തികേടാക്കാൻ തുടങ്ങി, അശുദ്ധമാക്കാൻ തുടങ്ങി. ഇത് കണ്ട് രാമൻ 2 ശരം തൊടുത്തു. രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ച. മാരീചനും സുബാഹുവും 2 പേരാണ് അവരുടെ നേതാക്കൾ. 2 അമ്പ് ഒരുമിച്ച് അങ്ങോട്ട് തൊടുത്തു വിട്ടു. ഒന്ന് കഴിഞ്ഞിട്ടൊന്നല്ല, ഒരുമിച്ച് അങ്ങോട്ട് തൊടുത്തു വിട്ടു. ഒന്ന് മാരീചൻ്റെ പിന്നാലെ, ഒന്ന് സുബാഹുവിൻ്റെ പിന്നാലെ. സുബാഹു അമ്പ് കൊണ്ട് മരിച്ചു വീണു. മാരീചൻ പാഞ്ഞു. അവസാനം കടലിൽ ചെന്ന് ചാടി. അവിടെയും ഈ രാമബാണം ഉണ്ട്. രാമബാണം അമോഘമാണ്, ലക്ഷ്യം കാണാണ്ട് തിരിച്ചു പോരില്ല. ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ അതവിടെ എത്തിച്ചെയ്തിട്ടേ രാമബാണം നിൽക്കൂ. ഒരമ്പ് പോലും വെറുതെ ആയിട്ടില്ല രാമൻ്റെ. അമോഘ വീര്യനാണ് രാമൻ. ആ കടലിൽ തിളയ്ക്കാൻ തുടങ്ങി. അതിലും കടലിൽ ചാടിയിട്ട് പോലും മാരീചൻ്റെ പിന്നാലെ ഉണ്ട്. അവസാനം മാരീചൻ അവിടെ കിടന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു അത്രേ, എന്നെ രക്ഷിക്കണം, രാമാ എന്നെ രക്ഷിക്കണേന്ന് അവിടെ കിടന്ന് പറഞ്ഞു. അപ്പോൾ രാമബാണം തൽക്കാലം ഉപദ്രവിക്കാതെ തിരിച്ചു പോന്നു. അപ്പം മുതൽക്ക് കരയ്ക്ക് കയറി മാരീചൻ രാമ 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 എന്ന് ജപിച്ച് ഇരിപ്പായി. അയാൾ ഭക്തനായി മാറി. രാമനെ എതിർക്കാൻ പുറപ്പെട്ടാൽ രാമബാണം പിന്നെയും വരും. രാമരാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ ആപത്തില്ല. അങ്ങനെ എപ്പോഴും രാമനാമത്തിനായിട്ട് തന്നെ അർപ്പിച്ച ഒരാളായി മാറി മാരീചൻ. ഈ സമയത്ത് ലക്ഷ്മണൻ മറ്റെല്ലാ രാക്ഷസന്മാരെയും ഇല്ലാതാക്കുന്നുണ്ട്.
പറ്റലർ കാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളെ. അവിടെ ദേവദുന്ദുഭികൾ മുഴങ്ങി, ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി, എല്ലാവരും സ്തുതിച്ചു പാടി ഗംഭീരമായി. വിശ്വാമിത്രനും വളരെ ആനന്ദത്തോടു കൂടിയിട്ട് ഇവർ രണ്ടുപേരെയും കണ്ണീരോടെ ചേർത്ത് പിടിച്ചു. പിന്നെ കുറേ പുരാണങ്ങളൊക്കെ 2-3 ദിവസം അവർക്ക് പറഞ്ഞു കൊടുത്തു. പുരാണം എന്ന് പറഞ്ഞാൽ, പുരാണം പറയാന്ന് പറഞ്ഞാൽ എന്താ, എന്തോ പഴയ കഥയും പറഞ്ഞിരിക്കുക, അങ്ങനെയല്ല. പുരാണം എന്ന് പറയുന്നത് പണ്ട് ഈ ലോകത്ത് സംഭവിച്ചതാണ്. പക്ഷെ അതിൽ നിന്ന് ഉള്ള ആശയം നവമാണ്. പുരാ അപ്പി നവം, അതാണ് പുരാണം. പണ്ട് സംഭവിച്ചതാണെങ്കിലും അതിലെ ആശയം ഇന്നും പ്രസക്തമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നും പ്രസക്തമാണ്, അടുത്ത തലമുറകൾക്കും വഴികാട്ടുന്നതാണ്. അങ്ങനെയുള്ള ആശയങ്ങളുള്ള കഥകളെയാണ് പുരാണം എന്ന് പറയും. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിരിക്കലല്ല, അതിന്നൊക്കെ എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും. അങ്ങനെ നന്മയുള്ള കഥകൾ 2-3 ദിവസം വിശ്വാമിത്രനിൽ നിന്ന് അങ്ങനെ കേട്ടുകൊണ്ട് വസിച്ചു. പിന്നെ വിശ്വാമിത്രൻ പറയുക, ഇനി അധിക സമയം ഇവിടെ ഇരിക്കേണ്ട, നമുക്ക് മിഥിലാപുരിയിലേക്ക് പോവാം. അവിടെ ശ്രീ മഹാദേവൻ തൻ്റെ ഒരു വില്ല് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരാലും, ദേവന്മാരും ഋഷിമാരും രാജാക്കന്മാരും എല്ലാവരും അതിനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ വില്ലിനെ വേണ്ടതുപോലെ ഒന്ന് കണ്ട് നമുക്ക് വന്ദിക്കേണ്ടതുണ്ട്, അതിനായിട്ട് പോവാം. ഓ, അങ്ങനെയാവട്ടെ. പോകുന്ന വഴിയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ, കാട്ടിലൊരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ എന്തോ പ്രകൃതിയിലൊരു വ്യത്യാസം, അതുവരെ കണ്ടതുപോലെയല്ല. ഇവിടെ പ്രകൃതിയിൽ എന്തോ ഒരു വ്യത്യാസം, അതെന്താണ് എന്ന് രാമൻ ചോദിക്കണോ വിശ്വാമിത്രനോട്. ആശ്രമപിതം ഇതമാർക്കുള്ളൂ മനോഹരം ആശ്രയയോഗ്യം നാനാജന്തു സംവേദം താനും. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഇത് ഗൗതമ മുനിയുടെ ആശ്രമമാണ്. ഗൗതമ മുനി ഈ ഗംഗയുടെ അടുത്തായിട്ട് ഇങ്ങനൊരു ആശ്രമം ഉണ്ടാക്കി തൻ്റെ പത്നിയായി അതിസുന്ദരിയായിട്ടുള്ള അഹല്യയോടൊപ്പം വസിച്ചിരുന്നു. അഹല്യയുടെ സൗന്ദര്യം കണ്ടിട്ട് ദേവേന്ദ്രന് കൊതി തോന്നി. ദേവേന്ദ്രൻ്റെ ഒരു കഥ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിൽ എത്ര സുന്ദരിമാരുണ്ട് അല്ലേ? അത് പോരാ, വേറൊരാളെ ഭൂമിയിൽ കണ്ടപ്പോൾ അതിനോടും മോഹം. ഇതൊരു കുഴപ്പമാണ്. ഈ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയാൽ പുതുത് ഓരോന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. എന്തായാലും ഇവിടെ വന്ന് നോക്കുകയാണ്, ഈ അഹല്യയെ കണ്ടിട്ട് കൊതിക്കുകയാണ്. ഇവളോടൊപ്പം കഴിയാൻ തനിക്ക് എങ്ങനെ ഭാഗ്യം, അതിനെന്താ താൻ ചെയ്യേണ്ടത്, ഇത് മാത്രമായി ചിന്ത. ഗൗതമ മുനി ആശ്രമത്തിൽ നിന്ന് ഈശ്വരകാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകുന്നു, കുളിക്കാനായിട്ട് പോകുന്ന കണ്ട സമയത്ത് അതേ വേഷത്തിൽ ആശ്രമത്തിനകത്ത് പ്രവേശിച്ചു. എന്നിട്ട് അഹല്യയോടൊപ്പം ആ സമയത്ത് രമിച്ചു. ഗൗതമൻ കുളിയും സന്ധ്യാവന്തനവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ അതേ വേഷത്തിലുണ്ട് ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നില്ലുന്നില്ല ആരാകുന്നത് എന്തിതു ദുഷ്ടാത്മാവെ ചൊല്ലു ഒന്നോട് പറഞ്ഞു ചോദിച്ചു പറഞ്ഞപ്പോഴാണ് സ്വർഗലോകാധിപനായ കാമകിങ്കരനഹൻ, ഞാൻ സ്വർഗത്തിൻ്റെ മുഴുവൻ അധിപതിയാണ്, പക്ഷേ കാമത്തിന് കിങ്കരനാണ്. ഇത് കഥയായിട്ട് പറയുന്നു. നമ്മൾ ദേവേന്ദ്രനെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാനല്ല അത് പറയുന്നത്. സ്വർഗം സ്വന്തമാക്കിയവനാണെങ്കിലും കാമത്തിന് അടിമപ്പെട്ടു പോയാൽ എന്താവും അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്വർഗാധിപനാണ് ഞാൻ, പക്ഷെ കാമകിങ്കരനായിപ്പോയി. കാമം പറഞ്ഞത് അനുസരിക്കാൻ മാത്രമേ കൊള്ളൂ എന്നായിപ്പോയി. ഞാൻ ഇങ്ങനെ ചെയ്തു. സഹസ്ര ഭഗവാനായി ഭവാനിനി സഹസ്യയിടുക ചെയ്ത് ദുഷ്കർമ്മ ഫലമെല്ലാം എന്ന് പറഞ്ഞ് ശപിച്ചു. പിന്നെ തൻ്റെ ഭാര്യയോട് ഗൗതമമുനി പറയുക, കഷ്ടം എത്രയും തർവാ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാർ. ചീത്ത പറയാണ് അഹല്യയെ. ഈ ഇന്ദ്രനാണ് ഗൗതമ മുനിയുടെ വേഷത്തിൽ അകത്ത് വന്നത്
എന്ന് മനസ്സിലാവണ്ടേ എന്നാണ് ചോദ്യം. വേഷം അത് തന്നെയാണ്, ഭർത്താവിൻ്റെ വേഷമാണെന്ന് വെച്ചാൽ ഭർത്താവാണെന്ന് മനസ്സിലാക്കാൻ പറ്റണ്ടേ? അങ്ങനെ പറ്റുമോ? എന്നാണെങ്കിൽ തപസ്വിനികളായിട്ടുള്ളവർക്ക് സാധിക്കും. അതാണ് നമുക്ക് പുരാണത്തിൽ സുകന്യ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കഥ പറഞ്ഞത്. ശര്യാദി മഹാരാജാവിൻ്റെ മകളായിട്ടുള്ള സുകന്യ ച്യവനൻ എന്ന് പറഞ്ഞിട്ട് ഒരു മഹർഷിയുടെ ഭാര്യയായി മാറി. അദ്ദേഹത്തിൻ്റെ കണ്ണു കുത്തി പൊട്ടിച്ച കഥയൊക്കെ അറിയാലോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സേവ വേണ്ടതുപോലെ ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. ഒരിക്കൽ ആ ആശ്രമത്തിലേക്ക് ദേവവൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവകൾ വന്നു. അവരോട് ച്യവനൻ ആവശ്യപ്പെട്ടു, ഇവൾക്ക് സന്തോഷം കൊടുക്കാനായിട്ട് എനിക്ക് ശരീരത്തിന് യൗവനം വേണമെന്ന്. അതിന് വിഷമമില്ല, ഞങ്ങൾക്ക് അടുത്തൊരു യാഗത്തിൽ സോമപാനത്തിന് അവകാശം തന്നാൽ മതി എന്ന് അശ്വിനി ദേവകളും പറഞ്ഞു. ച്യവനനെ അവിടെ സിദ്ധനിർമ്മിതമായിട്ടൊരു ഹ്രദത്തിൽ ഒരു കയത്തിൽ മുക്കി 3 പേര് ഒരുമിച്ച് മുങ്ങി കയറി വന്നപ്പോൾ 3 ആളും കണ്ടാലൊരുപോലെ. 3 ആളും കണ്ടാലൊരുപോലെ. സുകന്യയോട് പറയുകയാണ് 3 ആളും ഒരേ ശബ്ദത്തിൽ, നിൻ്റെ ഭർത്താവാണ്, എന്നെ സ്വീകരിച്ചോളൂ. ഒരു ഭർത്താവേ ഉണ്ടായിരുന്നുള്ളൂ മുമ്പേ. ഇപ്പോൾ ഒരേ വേഷത്തിൽ 3 ആൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതിലാരാണ് തൻ്റെ ഭർത്താവ്, ആരാണ് അതല്ലാത്തതെന്ന് തിരിച്ചറിയാൻ ആ കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ പാതിവ്രത്യത്തിൻ്റെ ശക്തി കൊണ്ട് സുകന്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ തന്നെ തിരിച്ചറിയാൻ പറ്റി. ദേവി ഭാഗവതത്തിലായാലും ഭഗവതത്തിലായാലും ഒക്കെ പറയുന്ന കഥയാണ്. അപ്പം ആ സുകന്യയെപ്പോലുള്ളൊരു പാതിവ്രത്യം ഉണ്ടായിരുന്നെങ്കിൽ അഹല്യയ്ക്ക് ഈ പഴി പറ്റുമോ, ഈ ആപത്ത് പറ്റുമോ? അതുകൊണ്ടാണ് ഇവിടെ അഹല്യയ്ക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ കല്ലായി കിടക്കണം, ശ്രീരാമദേവൻ്റെ പാദസ്പർശം ഉണ്ടാവും, അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് ഗൗതമൻ പറഞ്ഞു. അങ്ങനെയുള്ള ആ അഹല്യ ഇവിടെ ഒരു കല്ലായിട്ട് കിടപ്പുണ്ട്. അവിടുത്തെ പാദസ്പർശത്തിന് കൊതിക്കുന്നുണ്ട്. വിശ്വാമിത്രൻ പറഞ്ഞു, അവളെ അനുഗ്രഹിക്കണേ രാമ. താൻ ഇവിടെ വന്നതിന് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. രാമൻ്റെ പാദം ആ പാറമേൽ ഒന്ന് ഉയർന്നു, ഒന്ന് സ്പർശിച്ചുവോ, അപ്പോഴേക്കും ഇതാ ശിലാരൂപം മാറിയിട്ട് അതിസുന്ദരിയായിട്ടുള്ള അഹല്യ ഉയർന്നു വന്നു. ശ്രീപതി, രഘുപതി, സൽപതി, ജഗൽപതി, ഏറ്റവും മഹിമയുള്ള എല്ലാവർക്കും നാഥനായ ഭഗവാനെ കൺമുന്നിൽ കണ്ടു. താപനാശനകരമായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസോടും സുസ്മിത വക്രത്തോടും അതിസുന്ദരനായിട്ട് രാമനെ മുമ്പിൽ കണ്ടു. അഹല്യാദേവി ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ അഹല്യാസ്തുതി കൂടിയാണ് ഇന്നത്തെ കഥാഭാഗങ്ങൾ. ജ്ഞാനഹോ കൃതാർത്ഥയായി മുഴുവൻ മനസ്സിലാക്കാൻ വിഷമാണ്, കാരണം അതിൽ കുറേ തത്വങ്ങളുണ്ട്. പക്ഷെ കാര്യം മനസ്സിലാക്കാം. ജ്ഞാനഹോ കൃതാർത്ഥയായി, ചെയ്യേണ്ടത് ചെയ്തവളായി ഇന്നു ഞാൻ. കൃതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം അഥവാ നേടേണ്ടത്, ചെയ്യേണ്ടത്, അത് ചെയ്തവളായി, അർത്ഥത്തെ ചെയ്തവളായി, കൃതാർത്ഥയായി. എന്താ അത്? നിന്നെ കാണായി വന്നത് മൂലം ഭഗവാനെ കാണാൻ പറ്റിയല്ലോ. ജീവിതത്തിൽ ഇതിനു മുൻപ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടോ? ചെയ്യരുതാത്തത് പലതും ചെയ്തിട്ടുണ്ടോ? അതൊന്നും സാരമില്ല, ഇന്ന് ഭഗവാനെ കാണാൻ പറ്റിയല്ലോ. ഇതിനു വേണ്ടിയായിരുന്നു ഇതിനു മുൻപുള്ളതെല്ലാം എന്ന് മനസ്സിലാക്കുക. ഈ ഭഗവത് ദർശനത്തിന് വേണ്ടിയായിരുന്നു ഇതിനു മുൻപ് ഈ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം. അതിൽ ശരികളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം. അഹല്യയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മളതിന് അഹല്യയെ കുറ്റം പറയാനൊന്നും വേണ്ട, നമുക്കതിലധികം തെറ്റുകൾ പറ്റുന്നുണ്ട് അല്ലേ? നമ്മൾക്കും എന്തൊക്കെയോ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നൊരു ദിവസം ഭഗവത് ദർശനമുണ്ടാവും, അന്ന് മനസ്സിലാവും അതിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ.
അവിടെ പിന്നെ ശരികളും തെറ്റുകളും ഇല്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. റൂബിക് ക്യൂബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അമ്മമാരോട് പറഞ്ഞാൽ മുഴുവൻ നിശ്ചയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ക്യൂബ്, അതിൽ കുറേ കട്ടകളുണ്ട്, ഇങ്ങനെ തിരിക്കാൻ പറ്റും. പച്ച, നീല, മഞ്ഞ എല്ലാം 6 ഭാഗത്തും 6 കളറൊക്കെ ഉണ്ടാവും. മേടിക്കുമ്പോൾ 6 ഭാഗത്ത് 6 കളറൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ആകെ കലവലേ. തിരിച്ച് വീണ്ടും പഴയതുപോലെ അതിനെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ഗെയിം. എക്സ്പെർട്ടായിട്ടുള്ള കുട്ടികളെ വേഗം ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നത് കണ്ടാലാണ് മനസ്സിലാവുക. നമ്മൾക്ക് തോന്നും ഇവർ ഈ തിരിക്കുന്നതൊക്കെ വിപരീത ദിശയിലേക്കാണെന്ന്. ഒരു ഭാഗം ഇങ്ങനെ നേരെയാക്കി കൊണ്ടുപോകാൻ തോന്നും. പിന്നെ അതിൻ്റെ നേരെ അപകടമാക്കണ കാണാം. പക്ഷെ അത് അവസാനം ഇതെല്ലാം വേണ്ടതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അതുവരെ ചെയ്യുന്നത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും മേപ്പോട്ടും കിഴക്കോട്ടും അവർ തിരിക്കുന്നത് മുഴുവൻ അവസാനം ഇതിനെ ഒരുപോലെയാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അതിൻ്റെ ഇടയിലത്തെ ശരിയും തെറ്റും ഒന്നും പ്രശ്നമില്ല, ഒക്കെ ശരിയായിരുന്നു. തെറ്റുകൾ പോലും ഒരു വലിയ ശരിയിലേക്കായിരുന്നു. അത് അവസാനം മനസ്സിലാവുള്ളൂ. ഇതിവർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. ഇതുപോലെയാണ് നമ്മൾക്ക് ഈ ഒരു ജന്മത്തിലല്ല, അടുത്ത 10 ജന്മം കഴിഞ്ഞിട്ടോ 100 ജന്മം കഴിഞ്ഞിട്ടോ എന്നെങ്കിലും ഭഗവത് ദർശനം ഉണ്ടാകുമ്പോൾ അന്ന് മനസ്സിലാവും അവിടേക്ക് എത്തിക്കാനായിരുന്നു ഇതിന് മുമ്പത്തെ ഈ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ജന്മങ്ങൾ, അതിലുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അതിനു വേണ്ടിയായിരുന്നു. അവിടെയാണ് കൃതാർത്ഥത. നമുക്ക് പിഴച്ചു എന്നൊക്കെ കരുതും. നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ശരിയായി തെറ്റിപ്പോയി. സത്യത്തിലെല്ലാം ഭഗവാനാണ് ചെയ്യണത് എന്ന സത്യം അറിയുമ്പോൾ ശരിയേ ഉള്ളൂ. ഭഗവാനാണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഉപകരണം മാത്രമാണ് എന്ന സത്യം അറിയുമ്പോൾ ശരിയേ ഉള്ളൂ, അവിടെ തെറ്റില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഞാനൊരാളുടെ പേഴ്സ് എടുത്തു, ശരിയെന്ന് പറയാൻ പറ്റുക? നമ്മുടെ ഈ വ്യവഹാര ലോകത്ത് ശരികളും തെറ്റുകളുണ്ട്, നിയമങ്ങളുണ്ട്, അത് പാലിച്ചേ പറ്റൂ. ആധ്യാത്മികമായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശരികളേ ഉള്ളൂ എന്ന് വരും. വ്യവഹാര ലോകത്ത് തെറ്റുകൾ ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്, അതും അനുഭവിക്കേണ്ടി വരും അല്ലേ? ശരികൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നത് പോലെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നരകവും കിട്ടും, ശിക്ഷകളുണ്ടാവും. അതും അതിൻ്റെ ഭാഗമാണ്. തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദുഃഖം അനുഭവിക്കാനും തയ്യാറാവണം, അത് മാറ്റിവെക്കാനുള്ളതല്ല. ഇതൊക്കെ ചേർന്നിട്ടാണ് അവസാനത്തെ വലിയ ശരിയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അവിടുത്തെ ഇന്നടിയന് കാണാൻ സാധിച്ചു. ത്വൽ പാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി. അവിടുത്തെ പാദപാംസുക്കളാൽ പവിത്രയാണ് ഗംഗാനദി. അത് സർപ്പഭൂഷണ വിരിഞ്ചാദികൾ എല്ലാവരും ശുദ്ധമാക്കിയിടുന്നതും ത്വൽ പ്രഭാവത്താലല്ലോ. ബ്രഹ്മാദി ദേവകളെ മുഴുവൻ ഈ ഗംഗ ശുദ്ധീകരിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചവളാണ് എന്നതുകൊണ്ടാണ്. ഭഗവാന്റെ പാദസ്പർശം ഒരിക്കൽ കിട്ടിയ ഗംഗയ്ക്ക് ശിവലോകത്തെയും ബ്രഹ്മലോകത്തെയും ശുദ്ധീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതേ പാദസ്പർശമല്ലേ അടിയന് ഇന്ന് കിട്ടിയത്? അടിയൻ്റെ ജീവിത കഥ എങ്ങനെയാണ് അഹല്യ കല്ലായി തീർന്നത്, വീണ്ടും അഹല്യയായി മാറിയത്? അടിയൻ്റെ ഈ ജീവിത കഥ നാളെ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നതായി മാറിയാൽ എത്ര നന്നായി ഭഗവാൻ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് അടുത്ത തലമുറകൾ ഓർക്കുമോ പാടുമോ അറിയോ? നമുക്ക് 700 കൊല്ലം മുമ്പ്, 800 കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പ് ഇതേ ഭൂമിയിൽ ജനിച്ചു മരിച്ചു പോയ പലരുടെയും കഥകൾ ഇന്നും പാടുന്നുണ്ട് അല്ലേ? നമ്മളും ഈ ഭൂമിയിൽ ജനിച്ച് 10, 70, 80 കൊല്ലം ജീവിച്ചിട്ട് പോകണില്ലേ? നമ്മുടെ കഥയും നാളെ ലോകം വേണമെങ്കിൽ പാടിക്കൂടെ? എങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ കഥ നാളെ ലോകത്തിന് പാടാനായി പ്രയോജനമുള്ളതായി തീരുന്നത്? നമ്മുടെ കഥകൾ അവർക്കൊരു പാഠമാവണം, അവരെ ശുദ്ധീകരിക്കുന്നതാവണം,
അവരുടെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നതാവണം നമ്മുടെ ജീവിതകഥ. അഹല്യ പറയാണ്, എൻ്റെ ജീവിതകഥ നാളെ ലോകത്തിന് ശുദ്ധി കൊടുക്കുന്നതാവും. ഇന്ന് അവിടുത്തെ പാദസ്പർശം ഉണ്ടായതുകൊണ്ട് അടിയൻ ഉറപ്പായി, അടിയൻ കൃതാർത്ഥയായി. ഇതിനു മേലെ ഒരു ജന്മം കൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവനവന് പരമമായ ലാഭം ഉണ്ടാവുക, നമ്മളെക്കുറിച്ച് കേൾക്കുന്നവർക്കും പാടുന്നവർക്കും കൂടി ഇതുകൊണ്ട് നന്മയുണ്ടാവുക. ഇതിനു മേലെ ഈ ജന്മം കൊണ്ട് എന്താ ചെയ്യാനുള്ളത്? കൃതാർത്ഥയായേ. മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധം അദ്ഭുതവീര്യം സുന്ദരം ധരുദ്ധരം തത്വം അദ്വയം ഭജിച്ചിടുന്നേൻ. അവിടുന്ന് അദ്വയമായ തത്വമാണെങ്കിലും ഭൂമിയിൽ അവതരിച്ച രൂപമായി കണ്ട് അടിയനിതാ ഭജിക്കുന്നു. ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല, മറ്റാരെയും ഇനി ഭജിക്കുന്നതുമില്ല എന്ന് പറയുന്നു. ഭഗവാനെ ഭജിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി ഞാൻ വേറെ ആരെയും ഭജിക്കുന്നില്ല എന്നുകൂടി പറയണം. മറ്റൊന്നും ഇതിൽ നിന്ന് അന്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. വിശ്വം വിഷ്ണു എന്ന് കേട്ടല്ലേ? എവിടെയാ കേട്ടിരിക്കുന്നത്? സഹസ്രനാമം തുടക്കത്തിൽ തന്നെ അങ്ങനെയല്ലേ? വിശ്വം വിഷ്ണു എന്നാണ് തുടങ്ങുക. അതിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? സിമ്പിളാണ്. ഈ വിശ്വം മുഴുവൻ വിഷ്ണുവാണോ എന്നർത്ഥം. കൂടുതൽ ബുദ്ധിമുട്ടാനൊന്നുമില്ല മനസ്സിലാക്കാൻ. ഇവിടെ എന്തൊക്കെ കാണുന്നു അതൊക്കെ വിഷ്ണുവാണ്. അത് നമുക്ക് ഉള്ളിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ അയൽവാസികളോടോ ബന്ധുക്കളോടോ ശത്രുക്കളോടോ മുമ്പ് കണ്ടിട്ടില്ലാത്തവരോടോ മനുഷ്യരോടോ മൃഗങ്ങളോടോ പക്ഷികളോടോ വൃക്ഷങ്ങളോടോ കീടങ്ങളോടോ മണ്ണിനോടോ വെള്ളത്തിനോടോ ഈ വിശ്വത്തിൽ എന്തെല്ലാമുണ്ട് അതേതിനോട് ചെയ്യുന്ന ഏത് കർമ്മവും വിഷ്ണുവിലേക്കാണ് എന്ന് വരും. വിശ്വം വിഷ്ണു എന്നുള്ളിൽ ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സേവിക്കുന്നത് ഭഗവാനെ സേവിക്കുന്നത് തന്നെയാണ്. മക്കളെ നോക്കി വളർത്തുന്നത് ഭഗവാനെ സേവിക്കൽ തന്നെയാണ്. എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നത് ഭഗവാനെ സേവിക്കൽ തന്നെയാണ്. ഈ നാട്ടിലൊരു നല്ല പൗരനായി ജീവിക്കുന്നത് ഭഗവാനെ സേവിക്കൽ തന്നെയാണ്. ദുഷ്ടന്മാർക്കെതിരെ അധർമ്മത്തിനെതിരെ നിൽക്കുന്നത് ഭഗവാനെ സേവിക്കൽ തന്നെയാണ്. നമ്മൾക്ക് ഭഗവാനെ സേവിക്കാനായിട്ട് പ്രത്യേകം ഒരു ക്ഷേത്രം, പ്രത്യേകം ഒരു മന്ത്രം, പ്രത്യേകം ഒരു വേഷം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെ ഇരുന്നാലും എന്തൊന്നു പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ഉള്ളിൽ നനച്ചാലും എല്ലാം ഈശ്വര സേവ. കായേന വാച മനസ ഇന്ദ്രിയൈർവ ബുദ്ധ്യ ആത്മനാവ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ. എന്തെല്ലാം ചെയ്യുന്നു സകലം ആ പരമപുരുഷനായിട്ടുള്ള നാരായണനുള്ള സേവയാണ്. വിശ്വം വിഷ്ണു എന്നതിൻ്റെ അർത്ഥം ഉള്ളിൽ ഓർമ്മ ഉണ്ടായാൽ മതി. അതുകൊണ്ടായി എല്ലാം. ഞാൻ ഭഗവാനെ മാത്രമേ ഭജിക്കുന്നുള്ളൂ, അന്യനായി മറ്റൊന്നിനെയുമില്ല, മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല, മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്താലും ഭഗവാൻ ഒരാളെ തന്നെയാണ് സേവിക്കുന്നത്. അല്ലാതെ ഞാൻ ഇനി വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ മാത്രമേ പോവുള്ളൂ, ശിവൻ്റെ അമ്പലത്തിൽ പോവില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വരുന്നത് അതാണ്. വിഷ്ണു ഭക്തൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ മാത്രം പോകുന്നവൻ എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. വിഷ്ണു ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഈശ്വരനെ കാണുന്നവനാണ്. വിശ്വം മുഴുവൻ ഭഗവാനെ കാണുന്നവനാണ് വൈഷ്ണവൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ഭഗവാന്റെ സേവയാണ്. ഭഗവാനല്ലാതെ വേറൊരു വസ്തുവില്ല. എല്ലാം ചെയ്യുകയും ഒന്നിലും മനസ്സ് വ്യാപരിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. കർമ്മയോഗം എന്ന് പറയുന്നത് അതാണ്. അത് അടിയന് ഇനി സാധിക്കട്ടെ എന്നാണ് അഹല്യ പ്രാർത്ഥിക്കണം. പിന്നെ ഭഗവാൻ ആരാണ്? ഭഗവാന്റെ രൂപത്തെ കണ്ട് ഭജിക്കുന്നു, അതിലേക്ക് മനസ്സ് ചേർത്ത് നിർത്തുന്നു. അത് ഭക്തിയോഗം.
ഭഗവാൻ ആരാണെന്ന് അറിയുന്നത് ജ്ഞാനയോഗം. ചെയ്യുന്നതെല്ലാം ഭഗവത് പരമാകുന്നത് കർമ്മയോഗം. ഇതൊക്കെ ജീവിതത്തിൽ വേറെ വേറെ വേറെയല്ല. ഭഗവാൻ എന്നറിയലും ഭഗവാന്റെ മഹിമയറിയലും ചെയ്യുന്നതൊക്കെ ഭഗവത് സേവയാവലും ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുമിച്ചുള്ളതാണ്. ഉള്ളതിലൊന്നും മാത്രമായിട്ട് മാറ്റി നിർത്തലൊന്നുമില്ല. റോസാപ്പൂവ് അതിനൊരു നിറമുണ്ട്, സ്പർശിക്കുമ്പോഴത്തെ മൃദുത്വമുണ്ട്, വാസനയുണ്ട്, ഇല്ലേ? ഇതിലൊന്നും മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം ചേർന്നതാണല്ലോ വസ്തു. അതുപോലെ ഈശ്വരനെ നമ്മൾ അറിയുക, ഈശ്വരൻ്റെ മഹിമ അറിഞ്ഞ് സ്നേഹിക്കുക, ചെയ്യുന്നതൊക്കെ ഈശ്വരനിലേക്കാവുക. ജ്ഞാനയോഗോ ഭക്തിയോഗോ കർമ്മയോഗോ ഒക്കെ ഒരുമിച്ചാണ്. ലൈഫ് എന്ന് പറയുമ്പോൾ അതിലിതൊക്കെ ഒരുമിച്ചുള്ളതാണ്. അടിയൻ്റെ ജീവിതം ഭഗവത് അർപ്പിതമാവട്ടെ. ഇത് പലതരത്തിൽ തോന്നുന്നത് എന്താ? കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. ഇത് പലതാണെന്ന് മായ കൊണ്ട് അടിയങ്ങൾക്ക് തോന്നിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സേവകന്മാരായിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കണോ ഇതൊന്നും വേറെ വേറെയല്ല. ഈശ്വര സേവ എന്ന് പറയുന്നത് അതിനായിട്ടൊരു സ്ഥലം, അതിനായിട്ടൊരു കർമ്മം, അങ്ങനെയല്ല. നിത്യജീവിതമാണ് ഈശ്വര സേവ. ഇപ്പോൾ നമ്മളിവിടെ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വര സേവയാണ്. ഇവനിരുന്ന് തുരിതരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഈശ്വര സേവയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഈശ്വര സേവയാണ്, അതല്ലാതെ മറ്റൊന്നല്ല. അതിനായിട്ട് വേറൊരു സമയം നോക്കാനുമില്ല. ജീവിതമേ ഭഗവത് അർപ്പിതം. ഈ ബോധത്തിൽ അടിയന് നിൽക്കാൻ സാധിക്കട്ടെ. എത്ര കുത്രാപി വസിച്ചീടിലും എല്ലാ നാളും തളിരിട അടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം. ഇതല്ലാതെ മറ്റൊന്നും അടിയന് വേണ്ട. എത്ര കുത്രാപി, എവിടെ എവിടെ ഞാൻ ഇനി കഴിഞ്ഞാലും, ഈ ജന്മത്തിൽ ഗൗതമ പത്നിയാണ്, അഹല്യയാണ്, ഈ ആശ്രമത്തിലാവാൻ കഴിയും. പക്ഷേ കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അടുത്തൊരു ജന്മം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു ജീവന് ഇനി എത്ര ജന്മങ്ങൾ വരാനുണ്ടെന്ന് അറിയില്ല. എവിടെ 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 പോകേണ്ടി വന്നാലും, ഏത് വേഷത്തിലിരിക്കേണ്ടി വന്നാലും ചെയ്യുന്നതൊക്കെ അവിടുത്തെ പാദസേവയാണെന്നൊരു ബോധം, എന്തൊന്ന് ചെയ്യുന്നതും അവിടുത്തെ ആജ്ഞയെ അനുസരിക്കലാണ് എന്നൊരു ബോധം അടിയൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിത്തരണം. മറ്റൊന്നും അടിയന് വേണ്ട. എനിക്ക് ദാരിദ്ര്യമുണ്ടാവരുത്, എനിക്ക് രോഗമുണ്ടാവരുത്, എനിക്ക് മറ്റു ദുഃഖങ്ങൾ ഉണ്ടാവരുത് എന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഒരു ഭക്തൻ. അഹല്യയെപ്പോലെ ഭക്തൻ അതൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അതൊക്കെ വരാതിരിക്കുക, എന്താ ചെയ്യിക്കോട്ടെ. മനസ്സ് ഇതൊക്കെ ഭഗവാന്റെ സേവയാണെന്ന ബോധത്തിലിരിക്കണം. അപ്പോൾ പിന്നെ എന്തു വന്നാലും സാരമില്ല. അങ്ങനെ ആവാൻ ഭാഗ്യം തരണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഉള്ളിൽ രാമരൂപം തെളിഞ്ഞു നിൽക്കണേ. ദിനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാള ജലദാഭാസം രാമം എന്ന് തുടങ്ങിയിട്ട് ആ രാമരൂപത്തെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. രാമതത്വം, രാമൻ്റെ കൃപ, ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ രൂപം ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പനെ തൊഴാൻ പോയാലും, ഈ കാടാമ്പുഴയിൽ തൊഴാൻ വന്നാലും, ശബരിമല അയ്യപ്പനെ തൊഴാൻ പോയാലും, നമ്മൾ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ ചെല്ലുമ്പോഴത്തെ ഒരു സുഖമുണ്ട്, തൊഴുത് നിൽക്കുമ്പോഴത്തെ ഒരു സുഖമുണ്ട്. പോരുമ്പോൾ തിരിഞ്ഞു നോക്കിയല്ലേ നമ്മൾ പോരാ. എന്തിനാ? ആ രൂപം അല്ലെങ്കിൽ ആ പ്രദേശം, അവിടെ കാണുന്നതായിട്ടുള്ള കെട്ടിടം, അവിടുത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. നാളെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ കാടാമ്പുഴയ്ക്ക് വരാൻ പറ്റണം, ഗുരുവായൂർക്ക് വരാൻ പറ്റണം, ശബരിമലയ്ക്ക് പോകാൻ പറ്റണം, കാശിക്ക് പോകാൻ പറ്റണം. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നും കൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ പറ്റണം. മനസ്സ് ഭഗവാങ്കലേക്ക് എത്തണമെങ്കിൽ ഈ രൂപം, ഇവിടെ കാണുന്ന രൂപം, ഇവിടെ കേൾക്കുന്ന ശബ്ദം, ഇവിടുന്ന് കിട്ടുന്ന സ്വാദ്, ഇവിടെ കിട്ടുന്ന ഗന്ധം, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയല്ലേ അകത്തേക്ക് ഓരോന്നും പ്രവേശിക്കണേ. ഇതെല്ലാം ഉള്ളിലാക്കി വെക്കണം.
പതുക്കെ പതുക്കെ അതിങ്ങനെ മനസ്സിൽ വന്നാൽ അവസാനം ഭഗവതർ നടക്കിലേക്ക് എത്താൻ പറ്റും. ഇല്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് സുദർശനം ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നരസിംഹമൂർത്തി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചെന്നിട്ട് ആ ഭഗവതരെ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെത്താൻ പറ്റും. നമ്മൾ ഇതെല്ലാം ഉള്ളിൽ നിറച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ. ഇന്ദ്രിയങ്ങളൊക്കെ എന്തിനാ? അതിലൂടെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഈ വിശ്വം എന്തിനാ? നമ്മുടെ രൂപത്തിനെ ആ വസ്തുവിലേക്ക്, ഈശ്വരങ്കിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകാനാണ് ഇതൊക്കെ. അതിന് ഭാഗ്യം ഉണ്ടാവണം എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. ഇങ്ങനെ പവിത്രയായ ആ അഹല്യ ഗൗതമമുനിയോടൊപ്പം അദ്ദേഹത്തെ നമസ്കരിച്ച് ആശ്രമത്തിലേക്ക് ഈ സ്തുതി ആരാണോ നിത്യം പാടുന്നത്, കേൾക്കുന്നത്, ജീവിതത്തിൽ എന്താണോ അവർക്ക് വേണ്ടത് അതുണ്ടാവുന്നവരാണ്. പുത്രൻ വേണ്ടവർക്ക് പുത്രനുണ്ടാവും, കീർത്തി വേണ്ടവർക്ക് കീർത്തി ഉണ്ടാവും, എന്താണോ വേണ്ടത് അതുണ്ടാവും. കാരണം ഈ സ്തുതിയിൽ പറഞ്ഞത് എന്താ? എനിക്ക് ഭഗവാനെ മാത്രം മതിയെന്നാണ്. ഇതിൽ പുത്രൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ധനം വേണമെന്ന് പറഞ്ഞിട്ടില്ല, കീർത്തി വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഈ സ്തുതിയിൽ പറയുള്ളൂ. അത് നമ്മൾ നിത്യം ഉറപ്പിച്ചാൽ വേണ്ടത് എന്താണോ അതുണ്ടാവും. പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുത്രനെ കിട്ടിയാൽ പിന്നെ അവർ ഭഗവാനെ മറക്കുമോ? ധനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധനം കിട്ടിയാൽ പിന്നെ അവർ ഭഗവാനെ മറക്കുമോ? നമ്മൾ ഭഗവാനെ മറക്കാതിരിക്കാനുള്ള വഴി ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരും. വേണ്ടതൊക്കെ തരും. നമ്മൾ ഒന്നും ചോദിക്കാതെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ധന്യത എപ്പോഴും ഇതുപോലെ ഇരിക്കാൻ സാധിച്ചാൽ മതി എന്ന് മാത്രം പറയുമ്പോൾ ചോദിക്കാത്തതൊക്കെ തരും. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൽക്കാലം അഹല്യാസ്തുതിയെയും നമുക്ക് സമർപ്പിക്കാം. കൊല്ലവും 2 ദിവസം ഇവിടെ വരാൻ ഭാഗ്യം തന്നതിന് ഭഗവതിയോടും ഭക്തജനങ്ങളോടും വലിയ കൃതജ്ഞത നന്ദി അറിയിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതയ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആദരവായിട്ടുള്ളത് ഈ ടോക്കൺ കിട്ടിയവരൊന്ന് പോയിട്ട് ഭക്ഷണശാലയ്ക്ക് വേഗം പോയിക്കൊള്ളും. ഇപ്പോൾ ടോക്കൺ കയ്യിൽ കിട്ടിയവർ ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പോവാം. ഈ ചടങ്ങിന് നിൽക്കേണ്ട ആവശ്യമില്ല, അവർ ഊണ് കഴിക്കാൻ പോയിക്കൊള്ളും. ഇതുവരെ ഇവിടെ രാമായണ പ്രഭാഷണം 2 ദിവസം നടത്തിയ ബ്രഹ്മശ്രീ കുറുവല്ലൂർ ഹരിനമ്പൂതിരി, അദ്ദേഹത്തെക്കുറിച്ച് ആയ ദിവസം നമ്മൾ പരിചയപ്പെടുത്തി തന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് നമ്മുടെ തന്നെ ഒരു പുണ്യമാണ്. വളരെ സാത്വികമായി രാമായണത്തിലെ എല്ലാ കാര്യങ്ങളും, അതിലെല്ലാ തത്വങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് പ്രതിപാദിച്ചു തന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആചാര്യന്മാർ ഇവിടെ നമുക്ക് രാമായണത്തെക്കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ എടുത്തു തരും. ഇപ്പോൾ തുടർച്ചയായി ഈ 32 ദിവസം നിങ്ങൾ ഒരു ബുക്കുമായിട്ട് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു, ദേവസ്വത്തിൻ്റെ നന്ദി അറിയിക്കുന്നു.